ഹരി ഓം. എല്ലാ സാധുക്കർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനസാധകൻ ധ്യാനഗുരുവിനോട് ഒരു വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം ഇങ്ങനെയാണ്. ധ്യാനസാധകൻ ചോദിക്കുകയാണ് ഗുരുവിനോട്, ഗുരു, ഈശ്വരനെ വിശ്വസിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈശ്വരനെ വിശ്വസിക്കേണ്ട ആവശ്യകത ഉണ്ടോ? ധ്യാനഗുരു ഒരു മറുചോദ്യം ഇട്ട് കൊടുക്കുകയാണ് ധ്യാനസാധകന്. പ്രിയനെ, പ്രണയത്തെ വിശ്വസിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ധ്യാനസാധകന് ഉത്തരം പറയാൻ അധികം താമസമൊന്നും വന്നില്ല. ധ്യാനസാധകൻ പറഞ്ഞു, പ്രണയത്തെ വിശ്വസിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ വിരസമായി പോകും എന്ന് പറഞ്ഞു. ധ്യാനഗുരുവിന് ധ്യാനസാധകനിൽ നിന്നും കിട്ടേണ്ട ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്നാലും അദ്ദേഹം ആ ഉത്തരത്തെ ധ്യാനസാധകന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചോദിക്കുകയാണ്. അപ്പോൾ പ്രണയത്തിൻ്റെ ഉറവിടത്തെ വിശ്വസിക്കാതിരുന്നാൽ എന്താണ് കുഴപ്പമുണ്ടാവുക എന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോഴാണ് ധ്യാനസാധകന് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. അദ്ദേഹം തൻ്റെ കണ്ണുകൾ മെല്ലെ അടച്ച് ശാന്തമായിട്ടിരിക്കാൻ പറഞ്ഞു. പ്രണയത്തിൻ്റെയും നാഥൻ ഈശ്വരനാണ് എന്നുള്ളതാണ് ഈ ഒരു ധ്യാനകഥയുടെ അർത്ഥം. അവധൂജിയുടെ ഈ ധ്യാനകഥയെ മനനം ചെയ്തുകൊണ്ട് നമുക്കിന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോടുള്ള ബദിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബദിരൂരിലെ തപോവനം എന്ന ആശ്രമത്തിലാണ്. തപോവനം ആശ്രമം പതഞ്ജലി യോഗ റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനമാണ്. നമുക്ക് ഈ ആശ്രമത്തിലെ യോഗാചാര്യനായിട്ടുള്ള ആചാര്യ ഉണ്ണിരാമൻജിയെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്തേ ജി, അങ്ങയുടെ ബാല്യത്തെക്കുറിച്ചും ഈ ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ട്. ബാല്യകാലത്ത് എനിക്ക് പൊതുവെ ഈ പ്രകൃതിയോട് വളരെ ഇഷ്ടമായി. അതായത് പ്രകൃതി ദൃശ്യങ്ങൾ, പുഴ, മലകൾ, അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിക്കുക എന്നുള്ളൊരു താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി പുഴവക്കത്തോടെ അങ്ങനെ നടക്കുകയത് കുറേ സമയം തന്നെ. അതേപോലെ മലേൻ്റെ മുകളിലൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത് അങ്ങനെ കാലം കഴിയുന്നതിനനുസരിച്ച് ഞാൻ സ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ്, യോഗയല്ല, സാധാരണ അധ്യാപകൻ, TTC എന്ന് പറയും. ആ TTCക്ക് ജോയിൻ ചെയ്തു. അവിടെ ഒരു യോഗി, 84 വയസ്സുള്ള യോഗി അതിമനോഹരമായിട്ട് യോഗ ഡെമോൺസ്ട്രേഷൻ സ്റ്റേജിൽ വെച്ച് ചെയ്തു. യഥാർത്ഥത്തിൽ അന്ന് എൻ്റെ മനസ്സിൽ ഉദിച്ച് ഞാനിത് ചെയ്തിരിക്കും. പിറ്റേ ദിവസം തന്നെ എനിക്ക് മനോഹരമായ ഒരു ബുക്ക് കിട്ടി. വെൺകുളം പരമേശ്വര ശിഷ്യനായ ഗംഗാധരൻ നായർ എഴുതി 84 യോഗാസനങ്ങൾ. ആ പുസ്തകമാണ് ശരിക്കും എന്നെ ഫസ്റ്റിൽ എന്നെ വഴികാട്ടിയത്. അതിനുശേഷം ഞാൻ ഗുരുവിന് ഒരു 3 മാസം ഞാൻ പുസ്തകം നോക്കി ചെയ്ത് ഒരുവിധം പ്രയാസ ആസനങ്ങൾ സ്വായത്താക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ ഗുരുവിനെ തേടി, അതായത് അടുത്ത് തന്നെ ഒരു പുത്തലത്ത് രാഘവേട്ടൻ എന്ന് പറഞ്ഞത്, നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്ത് തന്നെ പുറക്കാട്ടി നർസ്, അവിടെ പോയി കുറച്ച് കാലം അവിടെ പരിശീലിച്ചു. പിന്നെ വേറെ കോഴിക്കോട് പോയി അച്യുതമാഷ് എന്നൊരാളെ കണ്ടു. പിന്നെ അങ്ങനെ ഗുരുക്കന്മാർ കുറേ ആളുകളെ, പ്രേമചന്ദ്രൻ, പിന്നെ രാമമാഷ് എന്ന ആളെ കണ്ടു. അങ്ങനെ കുറേ ആളുകളെ ശീലിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ പഞ്ചാബിൽ യോഗേൻ്റെ ഒരു ആധികാരിക സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് പഞ്ചാബ് NIS പട്ടിയാല, അവിടെ നിന്നാണ് യോഗ TTC കഴിഞ്ഞു. അക്കാലത്തൊന്നും ഇവിടെയൊന്നും അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടെ യോഗ TTC കഴിഞ്ഞു. അങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബീഹാർ സ്കൂൾ യോഗ, സ്വാമി സത്യാനന്ദ സരസ്വതി സ്ഥാപിച്ച ബീഹാർ സ്കൂൾ യോഗ, അവിടെ പോയി ക്രിയയോഗ എന്നൊരു കോഴ്സ് കഴിഞ്ഞു. അത് എനിക്ക് വളരെ വലിയ എൻ്റെ ഗുരുവിനെ കണ്ടെത്താൻ പറ്റിയത് അവിടെയാണ്. ശരിക്കും സത്യാനന്ദ സരസ്വതിയാണ് ഗുരു.
പിന്നെ എനിക്ക് നേരിട്ട് വിദ്യ കിട്ടിയത് സത്യാനന്ദ സരസ്വതി ശിഷ്യനായ നിരഞ്ജനാനന്ദ, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് നേരിട്ട് വിദ്യ കിട്ടിയത്. പിന്നീടാണ് ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും അണ്ണാമല യൂണിവേഴ്സിറ്റീൻ്റെ ഉണ്ട്, പിന്നെ MG യൂണിവേഴ്സിറ്റി, പിന്നെ അങ്ങനെ കുറേ എണ്ണം അങ്ങനെ പഠനം ഇങ്ങനെ തുടർന്നു. അതിനുശേഷം ഈ യോഗ ആയുഷിൻ്റെ കീഴിലുള്ള ലെവൽ 2 അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ യോഗ ഫീൽഡിലേക്ക് കൂടുതൽ കടക്കാൻ സാധിച്ചു. അപ്പം ആദ്യമായിട്ടൊരു ഒരു ഇൻസ്പിറേഷനായിട്ട് ഉണ്ടായത് ആ ഒരു സാർ കാണിക്കുന്ന ഒരു ഇതാണല്ലോ. അത് എത്രാമത്തെ വയസ്സിലായിരിക്കും അതൊരു? എനിക്കത് 22ാമത്തെ വയസ്സിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അന്ന് മുതൽക്ക് ഞാൻ യോഗ സ്വന്തമായി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഗുരുക്കന്മാരിൽ നിന്ന് ചെയ്യാൻ തുടങ്ങി, ശിക്ഷണത്തോടുകൂടി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 22ാം വയസ്സിൽ ഞാൻ ആരംഭിച്ചു. യോഗയുടെ താല്പര്യം ഞാൻ പറഞ്ഞല്ലോ. അത് കൂടാതെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ പിതാവിൻ്റെ ഒരു അമ്മാവുണ്ടായിരുന്നു. അദ്ദേഹം ഒരു യോഗിയായിരുന്നു, സന്യാസിയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഉത്തരേന്ത്യയിൽ പോയിട്ട് ഒരു പ്രാവശ്യം തിരിച്ചു വന്നു, പിന്നെ വീണ്ടും പോയി, തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഒരു പാരമ്പര്യം കൂടി ഉണ്ട്. കൂടാതെ പിന്നെ അച്ഛൻ്റെ പുസ്തകങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അച്ഛൻ്റെ പുസ്തകത്തിൽ യോഗ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പിതാവ് 84 വയസ്സിൽ യാത്ര പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ഒരു പാരമ്പര്യം കൂടി ഉണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് 2 മണിക്കും 3 മണിക്കോ രാവിലെ എണീപ്പിച്ച് ഭാഗവതോ ഇനി ഇതൊക്കെ പഠിപ്പിക്കായിരുന്നു. അന്നൊന്നും ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ അതൊക്കെ ഒരു പ്രചോദനമായിട്ടുണ്ട്. അപ്പം എൻ്റെ കുടുംബം, അതേപോലെ തന്നെ ഈ അമ്മയുടെ സ്വഭാവമൊക്കെ ഒരുപാട് എനിക്ക് സ്വാധീനിച്ചിട്ട്, സഹോദരങ്ങൾ, പിന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ട് എൻ്റെ ഭാര്യ, എൻ്റെ യോഗ രംഗത്തേക്ക് കടക്കാനും ഇതിനൊക്കെ കടക്കാനല്ല, എൻ്റെ വഴിക്ക് ഒരുപാട് സഹായമായിട്ടുണ്ട്. എൻ്റെ മകൾ ഓസ്ട്രേലിയയിലാണ്, അവിടെ യോഗ പരിശീലിച്ചിട്ടുണ്ട്, കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ പോകുമ്പോൾ യോഗ അവിടെയുള്ള ആളുകൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. യോഗയാണ് അങ്ങയുടെ മാർഗം എന്നുള്ളത് തീരുമാനിച്ചല്ലോ. പക്ഷെ അത് തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അങ്ങേക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടോ എന്താണ് യോഗ എന്നുള്ളതിനെക്കുറിച്ച്? അന്ന് അത് മനസ്സിലാക്കിയ യോഗ എന്താണെന്നൊന്ന് വിശദീകരിക്കാം. നല്ലൊരു ചോദ്യമാണ് അത്. ശരിക്കും ഞാൻ ആദ്യ കാലത്ത് യോഗ ചെയ്യുന്ന കാലത്ത്, തുടക്കകാലത്ത്, അന്ന് യോഗ ഒരു അഭ്യാസം പോലെ തന്നെ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൂ. അത് നല്ല നല്ല ഓരോ ആസനം, കാഴ്ചയ്ക്ക് മെച്ചം വരുന്ന ചില ആസനങ്ങൾ സ്റ്റേജിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുക, അതായിരുന്നു എൻ്റെ അന്നത്തെ ചിന്ത. അപ്പം അന്ന് എൻ്റെ ചിന്ത എന്താ, ആസനങ്ങൾ ഇങ്ങനെ കുറച്ച് പ്രയാസമുള്ള ആസനങ്ങൾ ചെയ്ത് ഇതാണ് ഒരു സ്ഥലം എന്ന് ഒരു മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ക്ലാസ്സുകളൊക്കെ യോഗ ക്ലാസ് പഠിപ്പിക്കാൻ തുടങ്ങിയത് അങ്ങനെ കുറച്ച് കൂടി കഴിഞ്ഞ് വരുന്ന സമയത്താണ് യോഗ എന്ന് പറയുന്നത് ഈ ആസനങ്ങൾ മാത്രമല്ല എന്ന് മനസ്സിലായത്. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണെന്ന് വെച്ചാൽ പിന്നീട് അതിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ സ്റ്റേജിൽ നമുക്കിങ്ങനെ മത്സരിക്കുക, അല്ലെ അതിൻ്റെ പ്രൈസ് കിട്ടുക എന്നുള്ള ചിന്ത മാറിയിട്ട് എന്താണ് യോഗ, അതിൻ്റെ ശരിയായ തനതായ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി പിന്നീടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി യോഗ എന്ന് പറഞ്ഞാൽ വെറും ആസനങ്ങളല്ല, അല്ല ശരീരത്തിന് ചലനങ്ങൾ മാത്രമല്ല, ഇത് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്ന ധ്യാനത്തിലൂടെയുള്ള സമാധിയിലേക്കുള്ള മാർഗ്ഗമാണ് പിന്നീടാണ് മനസ്സിലായത്. യോഗയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് ചോദിച്ചാൽ സമാധിയാണ്. അപ്പോൾ സമാധിയിലേക്ക് പോകാനുള്ള മാർഗം പതഞ്ജലി മഹർഷി വളരെ വ്യക്തമായിട്ട് പാതഞ്ജലി യോഗസൂത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, അങ്ങനെ സമാധിയിലേക്ക് എത്തുക, അങ്ങനെ അഷ്ടാംഗ മാർഗം മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോഴാണ് ഇത് യോഗം എന്ന് പറയുന്നത് കൂടിച്ചേരലാണ് എന്ന ബോധം വന്നു. എന്ത് കൂടിച്ചേരുക? വേറെ നമുക്ക് പറയാം, ശരീരവും മനസ്സുള്ള കൂടിച്ചേരുക, മനസ്സും ബുദ്ധിയുള്ള കൂടിച്ചേരാണ്. നമ്മുടെ ഓരോ വ്യക്തിയുടെ ജീവാത്മാവും പരമാത്മായിട്ടുള്ള ഐക്യം, അങ്ങനെയൊക്കെ ചിന്തയിലേക്ക് വരുന്നത് പിന്നീടാണ് മനസ്സിലായത്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ധ്യാനത്തിലൂടെയാണ് മനസ്സിലാകുന്നത്. നമ്മളിങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ശ്വാസഗതി തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മനസ്സൊന്ന് അടങ്ങി വരുമ്പോൾ അപ്പോഴാണ് ശരിക്ക് ഒരു യോഗയുടെ തലത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് തുടങ്ങിയത്. അതിന് ഗുരുക്കന്മാരും പിന്നെ ഒക്കെ സഹായിച്ചിട്ടുണ്ട്.
പിന്നെ അതുപോലെ പതഞ്ജലി യോഗസൂത്ര സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യോഗയുടെ ശരിയായ അവസ്ഥ എന്ന് പറയുന്നത് രാജയോഗമാണ്. അതിലേക്ക് പോകാനുള്ളൊരു ചവിട്ടുപടിയാണ് നമ്മൾ ഹഠയോഗം എന്നുള്ള ശരീര അഭ്യാസമൊക്കെ തന്നെ. ജി, ഹഠയോഗയും രാജയോഗയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രാജയോഗം ഇപ്പോൾ യോഗയുടെ പ്രധാന സ്ട്രീംസ് ഓഫ് യോഗ എന്ന് പറയും. അത് കണക്ക് രാജയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, കൂടാതെ നമുക്ക് ഹഠയോഗവും പറയാം. അപ്പം രാജയോഗം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിൽ പവർ, ഇച്ഛാശക്തി ഉപയോഗിച്ച് പടിപടിയായിട്ട് മനസ്സിനെ ഏകാഗ്രതയാക്കി അങ്ങനെ ധ്യാനത്തിലൂടെ സമാധിയിലേക്ക് എത്തുക. ആ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞില്ലേ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞില്ലേ, 8 പടവുകളിലൂടെ നമുക്ക് ധ്യാനത്തിലേക്ക് സമാധിയിലേക്ക് എത്തുക. അത് രാജയോഗം. പതഞ്ജലി മഹർഷിയാണ് ശരിക്കും അതിന് നമുക്ക് ഒരു ക്രോഡീകരിച്ച് ഒരു ശരിയായ ഒരു വഴി തിരിവിട്ടാക്കുന്നത്. ഇനി ഇത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ലല്ലോ. നമ്മളിരുന്ന് ചലനങ്ങളില്ലാതെ സ്വസ്ഥമായിട്ട് ഇരുന്ന് അങ്ങനെ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പം അങ്ങനെ ഈ രാജയോഗം എന്ന് കേട്ടിട്ട് പല അഭിപ്രായങ്ങളും കേട്ടിട്ട് പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഭ്രാന്തിയമായ അവസ്ഥ എത്തുന്ന ആൾക്കാർ കൂടി ഉണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു പദ്ധതി, ശരീരചലനത്തിന് പ്രാധാന്യം കൊടുത്ത്, അത് ആസനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, പ്രാണായാമത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു പരിശീലനക്രമമാണ് ഹഠയോഗം. അത് ഹഠയോഗം എന്നുള്ള പുസ്തകത്തിന് സ്വാത്മാരാമൻ എഴുതിയ ഹഠയോഗം ഒരു ആധികാരിക ഗ്രന്ഥമാണ്. അതിൽ 3ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. അതായത് എന്താ വെച്ചാൽ ഭ്രാന്ത്യാ ബഹുമതദ്വാന്തേ രാജയോഗമജാനത ഹഠപ്രതിവികാം ദത്വേ സ്വാത്മാരാമർകൃപാകര. അതായത് ഈ രാജയോഗം എന്ന് കേട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങുക, പല അഭിപ്രായങ്ങൾ കേട്ടിട്ട് അങ്ങനെ ഭ്രാന്തിയമായ അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകൾക്ക് കൂടി ഇതാ കൃപാകരനായ സ്വാത്മാരാമൻ ഹഠയോഗത്തെ പ്രദീപിക എന്ന പുസ്തകത്തെ പ്രതിപാദിക്കുന്നു. അപ്പം ഇത് സാധാരണ ഒരാൾക്ക് എന്താണ് ഹഠയോഗത്തിലൂടെ രാജയോഗത്തിലേക്ക് പോകുക എന്നുള്ളത്. അപ്പം ഹഠയോഗം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ആസനങ്ങളുണ്ട്, അതിനകത്ത് പ്രാണായാമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ രാജയോഗം എന്നുള്ള നമ്മൾ പതഞ്ജലി മഹർഷി പതഞ്ജലി യോഗസൂത്രത്തിൽ എങ്ങനെ ആസനം ചെയ്യണമെന്നോ എങ്ങനെ പ്രാണായാമം ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ഒരൊറ്റ സൂത്രം അല്ലെ 2 സൂത്രം അങ്ങനെ പറഞ്ഞ് അതിനെ വിശദീകരിച്ചു. അത് യോഗികൾക്ക് വേണ്ടിയിട്ടുള്ളത്, സമാധിയിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ ഹഠയോഗം സാധാരണ ഒരാൾക്ക് കൂടി വേണ്ടിയിട്ടുള്ള ശാസ്ത്രമാണ്. പിന്നെ അത് മാത്രമല്ല, അതിൽ പറയുന്നുണ്ട് ഹഠയോഗത്തിൻ്റെ ഹഠപ്രദീപിക എന്നുള്ള പുസ്തകത്തെ ആദ്യത്തെ ശ്ലോകം തന്നെ പ്രാർത്ഥനയാണ്. ശ്രീ ആദിനാഥായ നമോസ്തു തസ്മൈ ഏനോപദിഷ്ട ഹഠയോഗ വിദ്യ വിഭ്രാന്യതേ പ്രോന്നതരാജയോഗം ആരോടുമിച്ചോരതിരോഹിണീവ. അതായത് ഇത് രാജയോഗത്തിൽ പോകാനുള്ള ഒരു കോണിപ്പടിയാണ് ഹഠയോഗം. അപ്പം രാജയോഗത്തിൻ്റെ പ്രാരംഭമാണ് ഹഠയോഗം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഹഠയോഗത്തിലാണ് ആസനങ്ങളുള്ളത്, ഷഡ്ക്രിയകളുള്ളത്, പിന്നെ അതുപോലെ തന്നെ പ്രാണായാമം വിശദമായിട്ടുള്ളത്, മുദ്ര, ബന്ധം, ഇതൊക്കെ ഹഠയോഗത്തിലുള്ളതാണ്. അപ്പോൾ അത് നമ്മളെ ധ്യാനത്തിലേക്ക് സമാധിയിലേക്ക് സഹായിക്കും. സ്വാമിജി, ഇപ്പം പുതുതായിട്ട് ഒരാൾ യോഗ പഠിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തി പഠിച്ചിരിക്കേണ്ട യോഗയെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണോ എന്ന് പറയാം? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടം നമ്മൾ കാലഘട്ടം കൂടി നോക്കണമല്ലോ. അപ്പോൾ മുമ്പ് കാലത്ത് നമ്മൾ ആശ്രമത്തിലൊക്കെ വെച്ച് പഠിക്കുന്ന സമയത്ത് അത് തനതായ ശൈലിയിൽ നമ്മൾ ആ സാമ്പ്രദായിക പ്രകാരം തന്നെ വേണം. അപ്പോൾ നമ്മൾ 1ാമത്തെ പടി 2ാമത്തെ പടി അങ്ങനെ തന്നെ വേണം. അപ്പോൾ രാജയോഗത്തിലാണ് യമ നിയമ അങ്ങനെ പോകണം. പക്ഷെ ഇന്നത്തെ കാലത്തിൽ യോഗയ്ക്ക് വരുന്നത് അധിക ആളുകളും യോഗയുടെ ഒരു ശാസ്ത്രീയം, അതായത് അതിൻ്റെ ഒരു ആത്മീയ തലം അന്വേഷിച്ചിട്ടല്ല വരുന്നത്. അധികം ആളുകൾ വരുന്നത് എനിക്ക് നടുവേദന ഉണ്ട്, അതൊന്ന് മാറണം, അല്ലെങ്കിൽ എനിക്ക് കാൽമുട്ട് വേദന ഉണ്ട്, അതൊന്ന് മാറണം, അല്ലെ BP, അല്ലെ പ്രമേഹം, അല്ലെങ്കിൽ എനിക്ക് മാനസിക പ്രയാസം, ഡിപ്രഷൻ, അതൊന്ന് മാറണം. അങ്ങനെയുള്ള അവരോടൊന്നും നമ്മളൊരു പുസ്തകവും വായിക്കാൻ പറയാറില്ല, ഒന്നും പറയാറില്ല. അതല്ല, ഇത് ഒരു
എനിക്കൊരു ഒരു ആധ്യാത്മിക കാഴ്ചപ്പാട് കൂടി ഉണ്ട്. എൻ്റെ ശരീരത്തിനും ആരോഗ്യം വേണം, മനസ്സിനും ആരോഗ്യം വേണം. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ആദ്യം ആസനങ്ങൾ ഇതൊക്കെ പരിചയപ്പെടുത്തിയതിന് ശേഷം പിന്നെ നമുക്ക് വായിക്കാൻ പറ്റിയ പുസ്തകം ഒന്ന് ഇതാണ് ഹഠയോഗ പ്രദീപിക, അല്ലെ ഖേരണ്ട സംഹിത. ഖേരണ്ടമുനി എഴുതിയാണ് ഖേരണ്ട സംഹിത. അങ്ങനെ ചില പുസ്തകങ്ങളുണ്ട്. അതിലിപ്പം ഹഠപ്രദീപികയിൽ 15 ആസനങ്ങളേ ഉള്ളൂ. ഖേരണ്ട സംഹിതയിൽ 32 ആസനങ്ങളുള്ളത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ആസനങ്ങൾ അതിലുണ്ടാവണമെന്നില്ല. പിന്നീട് കാലക്രമത്തിൽ ഉണ്ടായ കുറേ ആസനങ്ങളൊക്കെ ഉണ്ട്. അത് പുതിയ കാലത്തുണ്ടായത്. പിന്നെ നമ്മൾ അവരോട് പറയാനുള്ളത് പാതഞ്ജലി യോഗസൂത്രമാണ്. അതിലാണ് നമ്മുടെ യോഗയുടെ എന്താണ് യോഗം എന്ന് ഒക്കെ വിശദീകരിച്ച് അതിൻ്റെ അകത്താണ് ഒരു യോഗിക്ക് യോഗാവസ്ഥയിൽ എത്താനുള്ള ഒരു മാർഗം അതാണ്. അപ്പോൾ അത് വായിക്കാൻ പറയാറുണ്ട്. പക്ഷേ അത് നമുക്ക് ആദ്യകാലത്തൊന്നും അത് വായിച്ചാൽ മനസ്സിലാകണമെന്നില്ല. അത് യോഗ ചെയ്ത് ചെയ്ത് ധ്യാനത്തിലേക്ക് കടന്ന് ധ്യാനം നമുക്കൊരു അനുഭവവേദ്യമാകുമ്പോഴേ അത് വായിച്ചാലും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ആദ്യകാലത്ത് നമ്മൾ പുസ്തകത്തിലേക്ക് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. പിന്നെ കുറേ അടിസ്ഥാന ശാസ്ത്രീയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ബീഹാർ സ്കൂളിൽ സ്വാമി സത്യാനന്ദ സരസ്വതി എഴുതിയ പുസ്തകമുണ്ട്, സ്വാമി ശിവാനന്ദർ എഴുതിയ പുസ്തകമുണ്ട്. അതൊക്കെ ഒരു ആധികാരിക ഗ്രന്ഥങ്ങളാണ്. അങ്ങനെ കുറേ ഉണ്ട് പുസ്തകങ്ങൾ. യോഗ പരിശീലിക്കുന്ന ഒരു വ്യക്തി ഭക്ഷണക്രമങ്ങളിൽ ചിട്ടകൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അത് നല്ല പ്രസക്തമായ ചോദ്യമാണ്. അതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ സാധാരണ ഒരു ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ആദ്യകാലത്തൊന്നും അവരോട് ഭക്ഷണക്രമം പറയാറില്ല. എന്തുകൊണ്ട് പറയാറില്ല എന്ന് ചോദിച്ചാലോ, ഇപ്പോൾ ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത ആളായിരിക്കില്ല ക്ലാസ്സിലേക്ക് വരിക. അവരോട് ആദ്യം തന്നെ ഭക്ഷണക്രമം പറഞ്ഞാൽ അവർ ക്ലാസ്സിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ അവർ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശുദ്ധീകരണ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അധികം മാലിന്യം കടത്തി വിടരുതെന്നുള്ള ചിന്ത നമുക്ക് ബോധത്തിലേക്ക് വരാനുള്ളത്. അങ്ങനെ വരുന്ന ആ സമയത്ത് നമ്മൾ ഭക്ഷണത്തെ പറ്റി ഒരു ചെറിയ വിവരണം കൊടുക്കും. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ഹഠപ്രദീപിക എന്ന പുസ്തകത്തിലുണ്ട് എന്ത് ഭക്ഷണം പഥ്യാഹാര യോഗിക്ക്, എന്ത് ഭക്ഷണം അപഥ്യമായിട്ടുള്ളത്. അപഥ്യം എന്നുള്ളത് പറയുകയാണെങ്കിൽ ഹഠപ്രദീപിക പറഞ്ഞിരിക്കുന്നത് കട്ടു അമ്ല തീഷ്ണ ലവണോഷ്ണ ഹരീതശാഖം സൗവീര തൈലാതില ഷർഷവ മധ്യമത്സ്യാൻ ആജാതി മാംസ ദതി തക്ര കുലത്ത കോലം പിണ്യാഗു ഹിങ്കു ലശൂനം അപത്യമാകൂ. കുറേ കാര്യങ്ങൾ അപത്യമായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ക്ലാസ്സിലൊന്നും പറഞ്ഞ് വിവരിക്കാറില്ല. കാരണം എന്താ, ഇപ്പം വെള്ളുള്ളി കായൊക്കെ അതിൽ പറയുന്നുണ്ട്. യോഗികൾക്ക് അതൊന്നും പറ്റിയല്ല. പക്ഷേ സാധാരണ ഒരാളോട് നിങ്ങൾ വെള്ളുള്ളി കഴിക്കേണ്ട, നിങ്ങൾ കായം കഴിക്കേണ്ട എന്ന് പറഞ്ഞാലോ പ്രയാസം. പക്ഷെ അതിൻ്റെ ശാസ്ത്രീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ടിത് കഴിക്കേണ്ട നമുക്ക് പറയും. കാരണം അതിൽ രൂക്ഷത കൂടിയതാണ്, കട്ടു അമ്ല തീഷ്ണമായത്, അമ്ലമയം കൂടിയത്. അതൊക്കെ കഴിക്കുമ്പോൾ എന്താ അറിയോ, നമ്മൾ സ്വഭാവത്തിൽ തന്നെ രൂക്ഷത വരും. അങ്ങനെ ഒരു മിതമായ ശാന്തമായ ഒരവസ്ഥ വേണമെങ്കിൽ ഭക്ഷണത്തിൽ ക്രമം വേണം. അങ്ങനെ കുറച്ച് പേരെങ്കിലും താല്പര്യം കാണിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭക്ഷണക്രമം അവർക്ക് താല്പര്യം വരും. പൊതുവേ ഞങ്ങൾ പറയാറുള്ളത്, എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാറുള്ളത്, രാത്രിക്കത്തെ ഭക്ഷണം അധിക പ്രയാസമില്ലാത്ത ഭക്ഷണമാക്കുക. രാത്രി വേഗം ദഹിക്കുന്ന ഭക്ഷണമാക്കുക. നേരത്തെ കഴിക്കുക. ദഹിക്കാനും കൂടി സമയം കിട്ടിയിട്ട് ഒരു പകുതി സമയമെങ്കിലും കിട്ടിയിട്ട് ഉറങ്ങാൻ കിടക്കുക. പിന്നെ എണ്ണയിലുണ്ടാക്കുന്ന ഭക്ഷണം രാത്രി പരമാവധി ഒഴിവാക്കുക. കുറച്ചുകൂടി നല്ലത് ഞങ്ങൾ സൂചിപ്പിക്കാറുള്ളത് രാത്രി പച്ചക്കറി പുഴുക്കെന്നാണ് പറയാറ്. അതുണ്ടാക്കുന്ന രീതിയും പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ഞാനൊന്ന് സൂചിപ്പിക്കാം. അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ പ്രമേഹമുള്ളവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ഹൃദ്രോഗമുള്ളവർക്ക്, ഫാറ്റി ലിവർ ഉള്ളവർക്ക്, ഇങ്ങനെ അസിഡിറ്റി ഉള്ളവർക്ക്, മൈഗ്രെയിൻ ഇങ്ങനെയുള്ള പ്രയാസമൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഭക്ഷണക്രമം വളരെ ഗുണം ചെയ്തിട്ട് എത്രയോ വളരെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ചെറുപയറോ അല്ലെ വലിയ പയറോ കടലയോ മുളപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഗുണം വളരെ വർദ്ധിക്കും. അത് ഗ്യാസ് ട്രബിൾ ഉണ്ടാകുകയില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഇളവൻ, അതായത് കുമ്പളങ്ങ എന്ന് പറയും, പുഴുങ്ങാനാണ്, വേവിക്കാനാണ്. വേവിച്ചിട്ടാണ് പറഞ്ഞത്. കുമ്പളങ്ങ അല്ലെങ്കിൽ മത്തനായാലും മതി. പിന്നെ അതിൻ്റെ അകത്ത് കൂടെ പച്ചക്കായ, ഏത്തക്കായ, അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന ഒന്നുകിൽ ഈ ചേമ്പ് അല്ലെ ചേന അല്ലെ ഉരുളക്കിഴങ്ങ്. ഇനി അല്ല ഒരാൾക്ക് കുറച്ചുകൂടി കപ്പ വേണമെങ്കിൽ
ഒരു കഷ്ണം കപ്പ വേറെ വേവിച്ചിട്ട് ഇതിൽ ചേർക്കും. എന്നിട്ട് അത് നല്ലോണം ഉടച്ചതിന് ശേഷം പച്ചമുളകും മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കട്ടോ. വെന്തതിന് ശേഷം തേങ്ങ ചിരവി ചേർക്കുക. അപ്പോൾ ഈ ഒരു ഭക്ഷണം രാത്രിയിൽ ഏറ്റവും നല്ല ഭക്ഷണമാണ്. അതിനുള്ള ഗുണം എന്താ വെച്ചാൽ, ഒന്ന് നമുക്ക് ഈ ഭക്ഷണത്തിൽ ഫൈബർ, ധാരാളം നാരുകൾ വന്നു. അപ്പോൾ നമുക്ക് ശോധനയ്ക്ക് ഒരിക്കലും തടസ്സം വരില്ല. മരുന്ന് കഴിക്കേണ്ടവർക്ക് പോലും ഇത് മതി ശരിക്കും. പിന്നെ അതിൽ ക്ഷാരാംശം ധാരാളമുണ്ട്. ഇപ്പം നമ്മൾ ഇളവന് പച്ചക്കായൊക്കെ വരുമ്പോൾ ക്ഷാരാംശം വന്നു. നമ്മൾ ഭക്ഷണത്തിൽ ശരിക്കും 80% ക്ഷാരാംശവും 20% അമ്ലമയ ആവശ്യമുള്ളൂ. ഇത് പലപ്പോഴും രാത്രിക്കത്തെ ഭക്ഷണം, ഫാസ്റ്റ് ഫുഡൊക്കെ വരുമ്പോൾ ഇത് ക്രമം തെറ്റും. അപ്പോൾ രോഗം വരാൻ കുറച്ചുകൂടി എളുപ്പമായി. അതുമാത്രമല്ല, നമ്മുടെ മാനസിക സ്വസ്ഥതയ്ക്ക് ഈ ഭക്ഷണം നല്ലതാണ്. ദഹിക്കാൻ സുഖമാണ്. രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യാൻ എന്ത് സുഖമാണെന്നറിയാം. അപ്പോൾ ഈ ഭക്ഷണക്രമം നമ്മൾ പറയാറുണ്ട്. ഇനി ചിലർക്ക് ഇപ്പോൾ പ്രമേഹമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ പറയാറില്ല, പഴം, തേങ്ങ ഏറ്റവും നല്ല ഭക്ഷണം. ഫ്രൂട്ട്സ്, നട്ട്സ് എന്ന് പറയും. ഇപ്പോൾ പഴം ഏത് പഴമായാലും മതി. ഇപ്പോൾ വാഴപ്പഴമോ ചെറിയ ഞാലിപ്പൂവിനൊക്കെ ഇല്ലേ, അങ്ങനത്തെ പഴം. അത് ഈന്തപ്പഴം, ഡേറ്റ്സ്, അതും പഴം തന്നെയാണല്ലോ. ഇപ്പോൾ പഴം, കാരയ്ക്ക, അല്ല ഡേറ്റ്സ്, അല്ലെ പിന്നെ അതിൻ്റെ അകത്ത് തേങ്ങ നട്ട്സാണ്. ഇപ്പോൾ തേങ്ങ അതിൽ ചേർക്കാം. പച്ച കപ്പലണ്ടി, അല്ല നിലക്കടല. അപ്പോൾ അത് നല്ല കോമ്പിനേഷൻ. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ രാത്രിക്കത്തെ ഭക്ഷണം അങ്ങനെയാണെങ്കിൽ അതും മതി. അപ്പം നമ്മൾ ഭക്ഷണത്തിൽ രാത്രി ഭക്ഷണം കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്താൽ, പിന്നെ നമുക്ക് രാവിലത്തെ ഭക്ഷണം പ്രഭാതത്തിൽ പറ്റുമെങ്കിൽ കുറച്ച് വെജിറ്റബിൾ സലാഡ് കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായി. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനും കൂടി എളുപ്പമായി. അപ്പോൾ ഭക്ഷണത്തിൽ ഒരു മിതമായ രീതി സ്വീകരിക്കാൻ പറ്റിയ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞങ്ങൾ ക്ലാസ്സിലൊക്കെ സൂചിപ്പിക്കാറ്. യോഗമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? എന്നുള്ളൊരു അവസ്ഥയാണ് ശരിക്കും. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക പരിശീലനത്തോടെ. അത് പറയുകയാണെങ്കിൽ പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുണ്ട് എന്താണ് യോഗം. അത് അദ്ദേഹത്തിന് പതഞ്ജലി യോഗസൂത്രത്തിൽ 1-ാം അദ്ദേഹത്തിൻ്റെ പേര് സമാധിപാദം എന്നാണ്. അതിൽ 2-ാമത്തെ സൂത്രം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് യോഗം. യോഗശ്ചിത്തവൃത്തി നിരോധക എന്നാണ്. അതൊന്ന് വേണമെങ്കിൽ ഞാൻ വിശദീകരിക്കാം. അതായത് ഒരു തടാകം, ഈ തടാകത്തിൽ നമ്മൾ കല്ലിട്ടാലോ അത് അലകളുണ്ടാവും. വീണ്ടും കല്ലിട്ടാലോ വീണ്ടും നിരന്തരമായി കല്ലിട്ടാലോ നിരന്തരമായ അലകളുണ്ടാകും. ഈ അലകളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിത്തട്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ ചിത്തത്തിൽ ഒരു ചിന്ത ഇട്ടു, അലുണ്ടായി, വീണ്ടും ചിന്തകളിട്ടാലോ എന്നും ഇത് ഈ നമ്മുടെ സ്വരൂപം കാണാൻ പറ്റില്ല. അപ്പോൾ എന്നും നമ്മൾ പ്രയാസപ്പെടും. അപ്പോൾ പതഞ്ജലി യോഗസൂത്രത്തിൽ 3-ാമത്തെ സൂത്രം തന്നെ പറഞ്ഞിരിക്കുന്നത് തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം. അതിന് മലയാളം ഞാൻ സൂചിപ്പിക്കാം. സമാധിയുണ്ടാകുമപ്പോൾ സ്വരൂപം വെളിവായി വരും, അലയറ്റ സരസിൻ്റെ അടി കാണും കണക്കിന്. നമ്മൾ അലകളില്ലെങ്കിലോ അടിത്തട്ട് കാണും. അതേപോലെ നമ്മൾ ചിന്തകളില്ലെങ്കിലോ നമ്മുടെ സ്വരൂപം കാണും. അതാണ് 3-ാമത്തെ സൂത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇനി 4-ാമത്തെ സൂത്രത്തിൽ പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇങ്ങനെയൊന്നും അല്ല, മനസ്സിൻ്റെ വഴിക്ക് പോകും. വൃത്തി സാരൂപ്യം ഇതരത്രഹ ഏകാഗ്രരഹിതം ചിത്തം വൃത്തിരൂപമെന്നിടും, അവിടെ ശാന്തിയുണ്ടാകില്ല, അത് ദുഃഖത്തിനാസ്പദം. നമ്മുടെ ജീവിതം ദുഃഖത്തിലേക്ക് പോകും. ഏകാഗ്രത ഇല്ലാതെ എങ്ങനെ ഉണ്ടാവും? മനസ്സിൻ്റെ വഴിക്ക് പോയാലോ? അവിടെ അതല്ല. യോഗം എന്നുള്ളത് ഈ ഒരവസ്ഥയാണ്. അതായത് ചിത്തവൃത്തികൾ നിരോധിക്കലാണ്. അത് നമ്മൾ നിരന്തരം പരിശീലിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. പതഞ്ജലി മഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചിത്തവൃത്തികൾ നിരോധിക്കണമെന്ന് 2 കാര്യം മതി. എന്താ 2 കാര്യം ചോദിച്ചാലോ? അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധക. അഭ്യാസം പിന്നെ വൈരാഗ്യം കൊണ്ടിതെല്ലാം തടുക്കണം, ആയതിനു മനഃശുദ്ധി വേണം, നന്മ വിവേകം. നിരന്തരമായ പരിശീലനത്തിന് അഭ്യാസം എന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തി നിരന്തരമായി പരിശീലിക്കാൻ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പ്രോസസ്സ് ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നാണ് ഈ യോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടെ മനസ്സിലേക്ക് നമ്മൾ കടന്ന് അങ്ങനെ നമ്മൾ ഒരു
ശരിക്കും പറയുകയാണ് ഈ യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ എന്നാണ് ഏകാഗ്രത, ധ്യാനത്തിലെത്തി അങ്ങനെ സമാധിയിലേക്ക്. അപ്പോൾ ഒരു അവസ്ഥയാണത്, നിരന്തര പരിശീലനത്തിലൂടെ. അതിന് അഭ്യാസവും വൈരാഗ്യവും നമുക്ക് ആവശ്യം. വൈരാഗ്യം എന്നാണ് രാഗമില്ലാത്തൊരവസ്ഥ. അതൊക്കെ പതഞ്ജലി മഹർഷിയുടെ പുസ്തകത്തിൽ എന്താണ് അഭ്യാസം, എന്താണ് വൈരാഗ്യം, എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. യോഗ സാധനയിൽ പ്രാണനെ എങ്ങനെയാണ് കാണുന്നത്? യോഗശാസ്ത്രത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഞാൻ യോഗ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആസനങ്ങൾ പരിശീലിക്കുന്നതാണ്. പിന്നെ പ്രാണായാമം പരിശീലിക്കുന്നുണ്ട്. പ്രാണായാമം നമ്മൾ ശ്വാസഗതിയിൽ കൂടിയാണത് ചെയ്യുന്നത്. അടപ്രതിഭീകൽ 8 പ്രാണായാമം പറയുന്നുണ്ട്, അങ്ങനെ വേറെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രാണായാമം ശ്വാസഗതിയുടെ നിയന്ത്രണമാണ് വരുന്നത്. പ്രാണായാമം തന്നെ പറഞ്ഞിരിക്കുക കുംഭകം എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. അതിനാണ് ശരിക്കും പറയുന്നത്. അത് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് പ്രാണായാമം എന്ന് പറഞ്ഞാൽ തസ്മിൻ സതി ശ്വാസ പ്രശ്വാസയോ ഗതി വിച്ഛേദക, ശ്വാസത്തിൻ്റെ ഗതിയെ വിച്ഛേദിക്കാനാണ് പ്രാണായാമം പറയുന്നത്. പ്രാണായാമം കൊണ്ട് എന്താ നമ്മൾ നേടുന്നതെന്ന് ചോദിച്ചാലോ, പ്രാണൻ്റെ അടക്കാണ് നമ്മൾ. പ്രാണൻ്റെ എക്സ്റ്റൻഷൻ ഓഫ് പ്രാണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് പ്രാണ എന്ന് വേണമെങ്കിൽ പറയാം. പ്രാണൻ്റെ വികാസം അല്ലെ പ്രാണനെ നമ്മൾ നിയന്ത്രണത്തിലേക്ക് എത്തിക്കുക, അത് നമുക്ക് സാധിക്കുന്നതുകൊണ്ട് ശ്വാസഗതിയിലൂടെയാണ് സാധിക്കും. അപ്പോൾ പ്രാണായാമ പരിശീലനത്തോടെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള പ്രാണനെ നമുക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യും. ഇനി 5 തരം പ്രാണനുണ്ട് നമുക്ക്. 5 തരം പ്രധാന പ്രാണനും 5 ഉപപ്രാണനും ഉണ്ട്. പ്രധാന പ്രാണൻ ഏതെല്ലാന്ന് വെച്ചാലോ, പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. ഈ 5 പ്രാണനും നമ്മുടെ ശരീര നിയന്ത്രണത്തിൽ മുഖ്യ പങ്കുണ്ട്. കാരണം പ്രാണന്റെ സ്ഥാനം ചോദിച്ചാൽ ഹൃദിപ്രാണോ ഗുദോ അപാന സമാനോ നാഭി സംസ്ഥാനെ, ഉദാന കണ്ഠത്തില, വ്യാനം ശരീരം മുഴുവൻ. അപ്പം ശരിക്കും പറയുകയാണ് വായമതിക്ക് നമ്മുടെ ഈ ഡയഫ്രം, അതായത് ഈ നെഞ്ചിൻ്റെ താഴെ വരെ, അത് പ്രാണന്റെ നിയന്ത്രണത്തിലാണത്. പിന്നെ പൊക്കിളിൻ്റെ താഴോട്ട്, നേവൽ പാർട്ടിന് താഴോട്ട് നിയന്ത്രണമൊക്കെ വരുന്ന അപാനനാണ്. പിന്നെ അതിൻ്റെ മധ്യത്തിൽ സമാനനാണ്. പിന്നെ കഴുത്തിന് കണ്ടത്തിന് മുകളിലേക്ക് ഉദാനനാണ്. ശരീരം മുഴുവൻ വരുന്നത് വ്യാനനം. ഇപ്പം രക്തചംക്രമണക്ക് വ്യാനനാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഉദാനനാണ്. അപ്പം ഈ പ്രാണന്റെ നിയന്ത്രണം ഇല്ലാതെയായാൽ എന്താവും, നമുക്ക് ഏത് പ്രാണനാണോ ക്ഷീണം സംഭവിച്ച് അവിടെ രോഗം വരാം. അപ്പോൾ ഈ പ്രാണന്റെ ഒരു സന്തുലിതമായ അവസ്ഥയാണ് യോഗയുണ്ട് നമുക്ക്, അത് പ്രാണായാമം കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ യോഗ പരിശീലിക്കുന്ന ഒരാൾക്ക്, പ്രാണായാമം പരിശീലിക്കുന്ന ഒരാൾക്ക് പ്രാണ നിയന്ത്രണം കൂടി വരുന്നുണ്ട്, നമ്മൾ അറിയാതെ വരുന്നുണ്ട്. ഈ പ്രാണായാമം എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കുന്നതാണോ? അതിന് പ്രത്യേക കണക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കുമോ? പ്രാണായാമം നമ്മൾ സാധാരണ ക്ലാസ്സിലൊക്കെ കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ലളിതമായ രീതിയിൽ മാത്രമേ ആദ്യം കൊടുക്കാറുള്ളൂ. ഒരിക്കലും നമ്മളൊരു പുതുതായിട്ട് വരുന്ന ഒരാളോട് ഇത്ര സമയം ശ്വാസം എടുക്കണമെന്നോ ഇത്ര സമയം ശ്വാസം നിർത്തണമെന്നോ ഒന്നും പറയാറില്ല. കാരണം എന്താ, അവർക്ക് ഏതാണോ സുഖമായി തോന്നുന്നത് ആ രീതി ചെയ്ത് കാലക്രമേണ ദിവസം കഴിയുന്നതൊക്കെ അവരെ ശ്വാസം എടുക്കാനുള്ള കഴിവ് വർദ്ധിക്കും, അല്ലെ ശ്വാസം പിടിച്ചു നിർത്താനുള്ള കഴിവ് വർദ്ധിക്കും, അല്ലെ ശ്വാസം പുറത്തേക്ക് വിടാനുള്ള കഴിവ് വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് അവരെ അവസ്ഥ നോക്കിക്കൊണ്ട് അപ്പോഴേ നമുക്ക് ശ്വാസത്തിൻ്റെ ദൈർഘ്യത്തിന് സമയം പറയാവുള്ളൂ. ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഒരു 5 സെക്കൻഡ് ശ്വാസം എടുക്കാൻ പറ്റി, അദ്ദേഹത്തിന് 5 സെക്കൻഡിനെ വിടാൻ പറ്റുള്ളൂ എങ്കിലോ, അപ്പോൾ നമ്മൾ അവരെ ശ്വാസം നിർബന്ധിക്കേണ്ട കാര്യമില്ല. പക്ഷെ കാലക്രമേണ അദ്ദേഹത്തിന് കുറച്ചുകൂടി കഴിവ് വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ശ്വാസത്തിന് അളവ് നമ്മൾ പറയാറുണ്ട്. അത് പറയുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശരിയായ അളവ് പറയുകയാണെങ്കിൽ 1, 4, 2. 1 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുത്താൽ 4 സെക്കൻഡ് ഉള്ളിൽ നിർത്തുക, 2 സെക്കൻഡ് പുറത്ത് വിടുക. ഇതാണ് ശരിയായ റേഷ്യോ പറയുക. അങ്ങനെയാണെങ്കിൽ ഒരാൾ 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുകയാണെങ്കിൽ 5, 4, 20 സെക്കൻഡ് ഉള്ളിൽ നിർത്തുക, 10 സെക്കൻഡ് പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു അളവ്. ഇനി പുറത്തേക്ക് വിട്ടിട്ടും വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ് അല്ലെ 5 സെക്കൻഡ് ഒരു പിടിച്ചു നിർത്തുക.
ഈ ശ്വാസം പിടിച്ചു നിർത്തുന്നതിന് ഉള്ളിലായാലും പുറത്തായാലും അതിന് കുംഭകം എന്ന് പറയും. കുംഭകമാണ് ശരിക്കും പ്രാണായാമത്തിൻ്റെ ശരിയായ ഫലം നമുക്ക് തരുന്നത്. പക്ഷേ ആദ്യകാലത്തൊന്നും നമ്മൾ കുംഭകത്തിന് പ്രാധാന്യം കൊടുക്കാറില്ല. ഓരോ വ്യക്തിയും ചെയ്ത് 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 അതിൻ്റെ സ്വായത്തമായി ആ കഴിവ് വർദ്ധിക്കുമ്പോൾ മാത്രം അവരവസ്ഥയ്ക്കനുസരിച്ച് സമയത്തിൻ്റെ ഇതിൻ്റെ ശരിക്കുള്ള സമയ അളവ് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങ് പ്രാണായാമത്തിൻ്റെ കുറിച്ച് പറഞ്ഞല്ലോ, എന്നാൽ ഈ ആന്തരിക പ്രാണായാമം എന്നുള്ളത് കേട്ടിട്ടുണ്ട്, അതെന്താണ്? നേരത്തെ സൂചിപ്പിച്ചല്ലോ, പലവിധ പ്രാണായാമമുണ്ട്. അതിൽ ഉജ്ജയി പ്രാണായാമം എന്നാണ് ഒരു പ്രാണായാമം. ശരിക്കും ബാഹ്യബന്ധം അതിയല്ല അതിന്. നമ്മൾ സാധാരണ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു പുറത്തേക്ക് വിടുന്നത് കുറേ ശബ്ദം തന്നെ വരുന്നുണ്ട്, അല്ല നേരി ശബ്ദം വരും, അല്ല ബാഹ്യബന്ധം നമുക്കുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ബാഹ്യബന്ധം വരുമ്പോഴാണ് ചലനങ്ങൾ വരുന്നത്, ചിന്ത വരുന്നത്. എന്നാൽ നമുക്ക് ശ്വാസം ഉള്ളിലൂടെ തന്നെ എടുക്കുക, ഉള്ളിലൂടെ തന്നെ വിടുക എന്നുള്ളൊരു രീതിയിലാണെങ്കിലോ ബാഹ്യബന്ധം കുറഞ്ഞു, അപ്പോൾ നമുക്ക് ചിന്തകൾ കുറഞ്ഞു, ചലനം കുറയും. അങ്ങനെ ഒരു പ്രാണായാമമാണ് ഉജ്ജയി പ്രാണായാമം. അത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ തൊണ്ടക്കുഴി തട്ടിയിട്ട് നേരിയ ശബ്ദത്തോടുകൂടി നമ്മുടെ ഉള്ളിലേക്ക് കൂടെ ശ്വാസം എടുക്കുന്നതും ഉള്ളിലൂടെ വിടുന്നതും ആ ഒരു പ്രതീതിയാണ് ഉണ്ടാകുക. അത് ഒരു ആന്തരികമായിട്ട് നടക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് ധ്യാനത്തിനാണ് അത് അധികം ഉപയോഗിക്കാറുള്ളത്. ധ്യാനത്തിലിരിക്കുന്ന ആൾ അധികം മൂക്കിൽ കൂടെ ശബ്ദമൊന്നും വരുന്നില്ല, അധികം ശ്വാസവും വരുന്നില്ല. നമുക്ക് കൈ ഇങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ ശരിക്കും അറിയാൻ പറ്റും, അല്ലെ കൈ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ശ്വാസത്തിൻ്റെ അളവ് അറിയാൻ പറ്റും. അങ്ങനെ മനസ്സ് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് സമയം നിങ്ങൾക്ക് ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് ബാഹ്യബന്ധം ഇല്ലാതെയാവും. അത് മാത്രമല്ല മനസ്സ് നമുക്ക് അടങ്ങുക എന്ന് പറയും, ചിന്തകളില്ലാതെയാവും. എപ്പോഴാണോ ശരീരത്തിന് ചലനങ്ങളില്ലാതെ വരുന്നത്, ചിന്തകളില്ലാതെ വരുമ്പോൾ അപ്പോൾ നമ്മുടെ തലച്ചോറിന്ന് പോകുന്ന വൈദ്യുത തരംഗങ്ങളുണ്ട്. അപ്പോൾ ആൽഫ ബീറ്റ കുറേ ഉണ്ട്, തീറ്റ ഡെൽറ്റ ഒക്കെ ഉണ്ട്. നമ്മൾ ആൽഫയിൽ ബീറ്റ തരംഗം സാധാരണ പോകുന്നു, അതിന് മാറിയിട്ട് ആൽഫയിലേക്കൊക്കെ മാറുന്നു. അപ്പോൾ എന്തായി, മനസ്സ് വളരെ ശാന്തമാവും. ആൽഫ മൈൻഡ് പവർ എന്ന് തന്നെ പറയും. നമ്മുടെ മനഃശക്തി വർദ്ധിക്കുന്നത്, മനസ്സ് അടങ്ങുന്നത്. അതിനാണല്ലോ ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഉജ്ജയി പ്രാണായാമം ധ്യാനത്തിനാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സ്വാമിജി, മനസ്സിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? യോഗയിൽ മനസ്സിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട്? നേരത്തെ നമ്മൾ ഹഠയോഗം എന്നുള്ള വാക്ക് ഉപയോഗിച്ചല്ലോ, പറഞ്ഞല്ലോ. ഹ ഠ രണ്ട് ശബ്ദങ്ങൾ, ഒന്ന് ഹ എന്നുള്ള ശബ്ദം, ഒന്ന് ഠ എന്നുള്ള പീഠം എന്നുള്ള. ഈ രണ്ട് ശബ്ദങ്ങൾ, അക്ഷരങ്ങൾ നമ്മൾ നട്ടെല്ലിൻ്റെ ഉൾഭാഗത്ത് 3 നാഡികൾ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. യോഗശാസ്ത്രം പറയുന്നുണ്ട്, ആയുർവേദ ശാസ്ത്രമൊക്കെ പറയുന്നു. ആ 3 നാഡികൾ ഏതെല്ലാം എന്ന് വെച്ചാൽ, ഒന്ന് നട്ടെല്ലിൻ്റെ മധ്യത്തിലുള്ളത് സുഷുപ്ന നാഡി. നട്ടെല്ലിൻ്റെ മധ്യത്തിൽ സുഷുപ്ന നാഡി, അതിൽ വലതു ഭാഗത്തിൽ പിങ്കളനാഡി, ഇടതു ഭാഗത്ത് ഇടനാഡി. ഈ പിങ്കളനാഡിക്ക് മറ്റൊരു പേര് പറയുകയാണ് സൂര്യനാഡി എന്ന് പറയും. ഇടതു ഭാഗത്തുള്ള ഇടനാഡിക്ക് ചന്ദ്രനാഡി എന്ന് പറയും. ഇനി അതല്ല, സൂര്യനാഡി തന്നെയാണ് ശരീരത്തിനെ നിയന്ത്രിക്കുന്നത്, ഇടനാഡി അതായത് ചന്ദ്രനാഡിയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ശരീര മനസ്സുകളുടെ സമന്വയം ആണ് ഹഠയോഗം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും യോഗശാസ്ത്രത്തിൽ ശരീരത്തിനും അതേപോലെ പ്രാധാന്യം മനസ്സിനും കൊടുക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരാൾ ധ്യാനം ചെയ്യുകയാണ്, നമ്മൾ പ്രാണായാമം ചെയ്യണം. നമ്മൾ പ്രാണൻ ആ ശക്തിയെ നമ്മൾ നട്ടെല്ലിലൂടെ ഉയർത്തി താഴ്ത്തി ഉയർത്തി താഴ്ത്തി കൊണ്ടുപോവുക. അപ്പം ആദ്യകാലത്ത് സുഷുപ്നയിലേക്ക് അല്ല പോകുന്നത്. ഈ ശക്തി നമ്മൾ പിങ്കളിലൂടെയാണ് സഞ്ചരിക്കുക. അപ്പം പിങ്കള നമ്മൾ ശരീരവും മനസ്സും. അപ്പോൾ കൂടുതലായി സഞ്ചരിക്കുന്ന ശരീരത്തിലൂടെ ഈ പിങ്കളെ കൂടിയാണെങ്കിൽ ശരീരം കുറച്ചുകൂടി ബലമായിരിക്കും. കൂടുതൽ സഞ്ചരിക്കുന്ന ഇടതിൽ കൂടിയാണെങ്കിൽ മനസ്സ് കുറച്ചുകൂടി ബലപ്പെടും. അപ്പോൾ ഇത് രണ്ടും തുല്യമായി വരണമല്ലോ, സമന്വയാണല്ലോ.
അപ്പോൾ ശരീരത്തിലെ മനസ്സിനെ സമന്വയിപ്പിക്കണേ നമ്മൾ പ്രാണായാമം ചെയ്ത് ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു എനർജി പ്രാണശക്തി നമ്മൾ സുഷുപ്നയിലേക്ക് കടക്കാൻ തുടങ്ങി. അപ്പം രണ്ടും മിതമായി, ശരീരവും മനസ്സും മിതമായ അവസ്ഥയിലെത്തി ധ്യാനത്തിലേക്ക് നമ്മൾ അറിയാതെ കടക്കുക ചെയ്യുന്നത്. അപ്പോൾ മനസ്സിന് യോഗശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ രാവിലെ നിന്നിട്ട് യോഗ ചെയ്ത എന്തിനാ നടന്നാൽ പോലെ, ഓടിയ പോലെ, അല്ലെങ്കിൽ വീട്ടു ജോലി ചെയ്താൽ പോലെ ഒക്കെ പറയാറില്ലേ? അത് പോരാ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും പ്രാധാന്യം കൊടുക്കണമെങ്കിൽ യോഗയിൽ കൂടി തന്നെ വരണം. ശരീരത്തിനും മനസ്സിനും മാത്രമല്ല, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പഞ്ചകോശങ്ങൾ. പഞ്ചകോശം ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ശരീരം നമുക്ക് നിർമ്മിക്കപ്പെട്ടത് ഭക്ഷണത്തിലൂടെ, മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഈ ശരീരം അത് പോഷിപ്പിക്കപ്പെടുന്നത് ഭക്ഷണത്തിലൂടെയാണ്. അതിന് പറയുക അന്നമയ കോശം എന്ന് പറയും. ഇനി മനസ്സിൻ്റെ തലയില്ലേ നമുക്ക്, അതിന് നമുക്ക് മനോമയ കോശം എന്ന് പറയും. ഇവിടെയാണ് ഒന്നുകൂടി സൂചിപ്പിക്കേണ്ടത്. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബോധമനസ്സുണ്ട്. ഇപ്പോൾ ഒക്കെ നമുക്ക് പ്രവർത്തിക്കുന്നത് ബോധമനസ്സാണ്. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ബോധമനസ്സിലൂടെയാണ്. എന്നാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തോ ബോധമില്ല, അവിടെ അബോധ മനസ്സായി, ഒന്നും അറിയുന്നില്ല, നമ്മൾ മരിച്ച പോലെ കിടക്കുന്നു. ഉറക്കത്തിൽ തന്നെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഉപബോധ മനസ്സും വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉപബോധ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. മനസ്സ്, ശരീരം എപ്പം ചലനങ്ങളില്ലാതിരിക്കുന്നോ, ചിന്തകൾ കുറഞ്ഞു വരുന്നോ, ഇല്ലാതെയാകുന്നു, അപ്പം നമ്മുടെ ഉപബോധ മനസ്സിനാണ് പ്രവർത്തിപ്പിക്കുന്നത്. എപ്പോഴാണോ ഉപബോധ മനസ്സിനെ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്നത്, നമ്മുടെ ജീവിതം വിജയിച്ചു. കാരണം എന്താ അറിയോ, അവിടെ എന്താണോ നിർദ്ദേശം നമ്മൾ കൊടുക്കുന്നത്, മനസ്സ് അതേപാട് സ്വീകരിക്കും. ഉപബോധ മനസ്സിനുള്ള ഗുണം അതാണ്. ഞാൻ പരീക്ഷ എഴുതി പാസ്സാകും. ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്ന സമയത്താണ് നിർദ്ദേശം കൊടുത്തോ പാസ്സായിരിക്കും. അത് നമ്മുടെ മൈൻഡ് പവർ വർദ്ധിക്കുകയാണ്. അപ്പോൾ മനസ്സിന് നമുക്ക് ബോധമനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്. ഇനി അപ്പുറം യോഗയുടെ കാഴ്ചപ്പാട് ബോധാതീത മനസ്സ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്നൊരു മനസ്സുണ്ട്. അത് അപ്പുറമുള്ളത് തല, തുരീയാവസ്ഥ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ മനസ്സിന് പല തലമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് അന്നമയ കോശം, മനോമയ കോശം, ഇനി ഇതിൻ്റെ രണ്ടിന് ഇടയ്ക്ക് ഒരു എനർജി ഫീൽഡ്, അതിനാണ് പ്രാണമയ കോശം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വിജ്ഞാനം, ഇൻ്റലക്ച്വൽ ഫീൽഡ്, അത് വിജ്ഞാനമയ കോശം. ഇതിൻ്റെ ഒക്കെ ആനന്ദമയ കോശം എന്ന്. അപ്പം പഞ്ചമയ കോശം എന്ന് പറയും ഒരു മനുഷ്യൻ എന്ന് പറയാം. യോഗ ചെയ്യുന്ന ഒരാൾക്ക് ഈ പഞ്ചമയ കോശങ്ങൾക്കും ഗുണം ചെയ്യുന്നുണ്ട്. മറ്റ് വ്യായാമത്തിലൊന്നും അത് കിട്ടുന്നില്ല. അതിന് എല്ലാ വ്യായാമവും പറയാൻ പറ്റില്ല, ഒട്ടുമുക്കത്തിലും. അപ്പോൾ യോഗയ്ക്കാണ് ഇങ്ങനൊരു തലമുള്ളത്. അപ്പോൾ യോഗ മനസ്സിന്, ശരീരത്തിനൊക്കെ വലിയ പ്രാധാന്യം, മനസ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ മനസ്സ് എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മമായിട്ടുള്ളൊരു തലമാണല്ലോ. നമുക്ക് കാണാനോ ദർശിക്കാനോ ഒന്നിനും സാധിക്കുന്നില്ല. അപ്പം ഈ പറഞ്ഞല്ലോ, പഞ്ചകോശങ്ങൾ പറഞ്ഞല്ലോ, ഇതെല്ലാം സൂക്ഷ്മമായിട്ടിരിക്കുന്ന സംഭവങ്ങളില്ല. അപ്പോൾ ഒരു വ്യക്തി ഇതെങ്ങനെയാണ് തിരിച്ചറിയുക? അവൻ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ്, അവൻ്റെ മനോതലം എങ്ങനെയാണെന്നുള്ള എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? പഞ്ചകോശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ആദ്യം നമ്മളതിനെപ്പറ്റി ഒന്നും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഏത് തലത്തിലായാലും ഏത് അവസ്ഥയിലായാലും നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടില്ല. നമ്മളിപ്പോൾ ലളിതമായി കുറച്ച് ആസനങ്ങൾ പരിശീലിക്കുക. അത് ആസനങ്ങളിൽ പരിശീലനത്തിലൂടെ എന്ത് കിട്ടുന്നു? നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടും, അന്നമയ കോശത്തിലേക്ക് സ്വാധീനിച്ചു. ഇനി പ്രാണായാമം പരിശീലിക്കാൻ തുടങ്ങിയാൽ പ്രാണമയ കോശത്തിലേക്ക് അതിൻ്റെ ഗുണം വന്നു ചേർന്നു. ഇനി ധ്യാനത്തിലേക്ക് വരുമ്പോഴോ മനോമയ കോശത്തിലേക്ക് അതിൻ്റെ ഗുണം ചേർന്നു. ഇനി കുറച്ച് പഠനം നടത്തി, സ്വാധ്യായം, അപ്പോൾ വിജ്ഞാനമയ കോശത്തിന് കിട്ടി. ഇതിൻ്റെ ആകത്തുകയാണ് ആനന്ദമയ കോശം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ വ്യക്തി അതിനെപ്പറ്റി അറിയണമെന്നില്ല. നമ്മൾ പരിശീലിച്ചാൽ യോഗാസനങ്ങൾ ചെയ്യുക, പ്രാണായാമം പരിശീലിക്കുക, ധ്യാനം പരിശീലിക്കുക, അല്പം ചില പഠനങ്ങൾ നടത്തുക, ഇതൊക്കെ വരുമ്പം ഈ പഞ്ചകോശങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടിക്കോളൂ. അപ്പോൾ അത് അറിയാതെ നമ്മുടെ മനസ്സ് ശരിക്കും പറയുക സൂക്ഷ്മ ശരീരമാണല്ലോ. നമ്മൾ കാണുന്ന ബോധത്തിൽ ഈ സ്ഥൂല ശരീരത്തിലല്ലല്ലോ, ഇത് സൂക്ഷ്മ ശരീരത്തിലാണ്. അപ്പം യോഗ ചെയ്യുന്ന സമയത്ത് സ്ഥൂല ശരീരത്തിൽ കൂടെ നമുക്ക് സൂക്ഷ്മ ശരീരത്തിലേക്ക് കടക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാതെ പ്രാണൻ്റെ ഗുണം കിട്ടുന്നു, പ്രാണത്തിലൂടെ നമുക്ക് മനസ്സിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. പ്രാണനടങ്ങിയ മനസ്സടങ്ങി. നമ്മൾ മനസ്സിനെ അടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ശ്വാസത്തിനെ നിയന്ത്രിക്കാൻ പറ്റും,
ശ്വാസത്തിന് നിയന്ത്രിക്കുന്ന സമയത്ത് നമുക്ക് ശ്വാസം എടുക്കണത് വിടുന്നതൊക്കെ നമുക്ക് നിയന്ത്രിക്കാമല്ലോ. ശ്വാസത്തിൽ നിയന്ത്രണം വരുമ്പോൾ എന്താവും? പ്രാണൻ്റെ നിയന്ത്രണം വന്നു, അപ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണം വന്നു. അങ്ങനെയാണ് ഇതൊരു ചങ്ങല പോലെ, അല്ല ഒരു എന്താ പറയുക, ചങ്ങലക്കണ്ണി പോലെ ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ ഒന്നിന് ഇതിന് ഗുണം ചെയ്താൽ ബാക്കിയൊക്കെ എൻ്റെ കിട്ടിക്കോളും. നമ്മൾ ആസനങ്ങൾ ചെയ്തു, അപ്പം അത് പ്രാണായാമം ചെയ്യും, പ്രാണന് കിട്ടി, പിന്നെ മനസ്സിൻ്റെ തലത്തിലേക്ക് കിട്ടും. സൂക്ഷ്മ ശരീരം എന്ന് ഇപ്പം പറഞ്ഞല്ലോ, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. ശരിക്കും സൂക്ഷ്മ ശരീരം എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ കാണുന്ന ശരീരം സ്ഥൂല ശരീരമാണ്. അത് കൈകാലുകൾ ഇതൊക്കെ എല്ലാ അവയവങ്ങളൊക്കെ കാണുന്ന സ്ഥൂല ശരീരം. എന്നാൽ നമ്മൾ കാണാത്ത, നമ്മൾ കണ്ണുകൊണ്ട് ദൃശ്യമാകാത്ത ഒരു തലമുണ്ട് നമുക്ക്. ഉദാഹരണമായിട്ട് പ്രാണൻ, പഞ്ചപ്രാണൻ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അറിയില്ല. നമുക്ക് വായു എങ്ങനെ കാണാൻ പറ്റും? വായു നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ വായുവിൻ്റെ ചലനോ കാറ്റിൻ്റെ രീതി നമുക്ക് കാണാൻ പറ്റും, അത് അറിയാൻ പറ്റും. അതേപോലെ പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് കാണാൻ നമുക്ക് പറ്റുന്നില്ല, പക്ഷെ പ്രാണൻ്റെ ചലനം വരുമ്പോൾ, അതിൻ്റെ പ്രവർത്തനം വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഒരാൾക്ക് പ്രാണൻ്റെ പ്രവർത്തനം വളരെ കുറഞ്ഞു പോയി, നമുക്ക് അതായത് സമാനം എന്ന് പറഞ്ഞാൽ പ്രാണൻ വളരെ ക്ഷീണിച്ചു. അദ്ദേഹത്തിന് വേണേൽ പാങ്ക്രിയാസിന് രോഗം വരാം, ആമാശയത്തിന് രോഗം വരാം. അപ്പോൾ ആ ചലനത്തിൽ വ്യതിയാനം വരുമ്പോൾ നമുക്കത് അറിയും. ശരിക്കും നമുക്ക് കാണണമെന്നില്ല, ദൃശ്യമായി കണ്ണുകൊണ്ട് കാണുന്നില്ല, നമുക്ക് അനുഭവത്തിലേക്ക് അത് പ്രകടമായിത്തീരും. അങ്ങനെയാണ് സൂക്ഷ്മ ശരീരം നമുക്ക് എപ്പോഴും കാണണമെന്നില്ല, ദൃശ്യമല്ല, അത് ശ്രാവ്യമല്ല, അനുഭവവേദിയാണത്. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സംജയ്, യോഗ സാധന ചെയ്യുന്നൊരു സാധകൻ ഒരു ഈശ്വരനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? യോഗശാസ്ത്രത്തിൽ നമുക്ക് പതഞ്ജലി യോഗസൂത്രത്തിലേക്ക് കടക്കുക. പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരന് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ഒരു ഓം ആണ്, പ്രണവം, ഓങ്കാരം. അപ്പോൾ പലരും പറയുന്നത് കേൾക്കാം, യോഗശാസ്ത്രം ഒരു ഈശ്വര സങ്കല്പത്തിൽ അടിസ്ഥാനം ഇല്ല എന്ന് പറയുന്നു. ആ പറയുന്നതിനൊരു വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പതഞ്ജലി മഹർഷി ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഈശ്വരന് നാമം കൊടുക്കുകയാണെങ്കിൽ ആ പേര് കൊടുക്കുക. അതുമാത്രമല്ല, ജപിക്കുക, ദിവ്യനാദം, അതിന് നിരന്തരമായി ജപിക്കാൻ പറയുന്നുണ്ട്, പ്രണവമന്ത്രം. അപ്പോൾ അത് നമുക്ക് ഈശ്വരന് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ഓങ്കാരം കൊടുത്താൽ മതി. നമ്മൾ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ പതഞ്ജലി മഹർഷിയുടെ ഈശ്വര സങ്കല്പം ആ രീതിയിലാണ്. അപ്പം അതുമാത്രമല്ല, അടപ്രദീപികയിലെ ആദ്യത്തെ ശ്ലോകം തന്നെ ശ്രീ ആദിനാഥായ നമസ്തു തസ്മൈ. ശ്രീ ആദിനാഥനെയാണ് നമസ്കരിക്കുന്നത്. ശ്രീ ആദിനാഥൻ ആരാ? പരമശിവൻ തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈശ്വര സങ്കല്പ അടിസ്ഥാനം അത് ശരിക്കും അടിത്തറട്ടിട്ടാണ് ഇതൊക്കെ വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈശ്വര സങ്കല്പത്തിൽ അധിഷ്ഠിത, ശരിക്കും പറയുകയാണെങ്കിൽ ഈശ്വര സങ്കല്പം ഉണ്ട് ഇതിൻ്റെ അകത്ത്. യോഗശാസ്ത്രം ഹഠപ്രതിപികയിലായാലും ശരി, മറ്റൊക്കെ അത് ഈശ്വര സങ്കല്പത്തോടുകൂടി തന്നെയാണ് വരുന്നത്. അതിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം ഇല്ല അതിൻ്റെ അകത്ത്. ചിലപ്പോൾ അങ്ങനെ ചിലർ മടിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു ഈശ്വരവിശ്വാസി അല്ലാത്ത ഒരാൾ യോഗ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അതിനോടുള്ളൊരു വൈമുഖ്യം ചിലപ്പോൾ കാണിക്കാൻ സാധ്യതയില്ലേ? അതുണ്ട്, അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകളും അവർക്ക് എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ശരീരത്തിൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടോ മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്കോ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. ചെയ്ത് പോകുന്ന സമയത്ത്, നമുക്ക് അനുഭവിക്കുന്ന സമയത്ത് ഈ സുഖം അനുഭവിക്കുമ്പോൾ ആദ്യം ശരീരത്തിനൊക്കെ സുഖം കിട്ടും, പിന്നീട് മനസ്സിൻ്റെ തലത്തേക്ക് കടന്ന് പിന്നെ നമുക്ക് അവർക്ക് തന്നെ മനസ്സിലാവും ഇത് വെറും ശരീരത്തിന് വേണ്ടിയിട്ടല്ല, ഇത് വെറും മനസ്സിന് വേണ്ടിയല്ല, അങ്ങനെ ഇതിൻ്റെ ഒരു അപ്പുറത്തേക്ക് തലണ്ടെന്ന് മനസ്സിലാവും. അത് ശരിക്കും കൃത്യമായി യോഗ ചെയ്യുന്നവർ ശരിക്കും ഈശ്വര സങ്കല്പം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ആദ്യം ആ ചിന്ത ഇല്ലെങ്കിൽ പോലും അങ്ങനെയാണ് കണ്ടുവരുന്നത്. നമ്മൾ ക്ലാസ്സിലൊന്നും ഈശ്വര സങ്കല്പത്തൊന്നും പറയാറില്ല. ഏതാണ് നിരീശ്വരവാദിയായാലും ശരി, ഏത് ജാതിയിലും മതത്തിലും എന്ത് വിശ്വാസത്തിലും രാഷ്ട്രീയത്തിലും ഇതൊന്നും നമ്മൾ നോക്കാറില്ല. ഏതാൾക്കും വളരെ സ്വാഗതമാണ് പറയാറുണ്ട്. ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയുടെ ഒരു കാഴ്ചപ്പാട്
നമ്മൾ പറയുകയാണെങ്കിൽ അവരെല്ലാത്തിനെയും ഈ റാഷണൽ ചിന്തയോടുകൂടി കാണുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ യോഗയ്ക്കും ഇങ്ങനെയുള്ള വിധികൾക്കൊന്നും ശാസ്ത്രീയത ഇല്ല എന്ന് പറയാറുണ്ട്. അതെന്താണ് സ്വാമിജി പറയുന്നത് അതിനെക്കുറിച്ച്? യോഗശാസ്ത്രത്തിൽ ഇപ്പം പലതിലും ഒക്കെ നമുക്ക് കേൾക്കാറുണ്ട്, ഇതൊന്നും ഒരു വിവരമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാക്കിയ ശാസ്ത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ യോഗശാസ്ത്രം ശരിയായി പഠിക്കുന്ന ഒരാൾക്ക്, മനസ്സിലാക്കിയ ഒരാൾക്ക്, നമ്മുടെ യോഗികൾ നമ്മുടെ ശരീരശാസ്ത്രം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ആളുകളാണ് മനസ്സിലാവും. അതുമാത്രമല്ല, മനസ്സിൻ്റെ ശരിക്കും നമ്മുടെ സൈക്കോളജി വികസിക്കുന്നതിന് മുമ്പ് ഭാരതീയ സൈക്കോളജി എന്ന് പറഞ്ഞ ആധ്യാത്മികത വളരെ ഉയർന്ന തലത്തിലെത്തിയ. അപ്പോൾ നമ്മൾ യോഗികളും നമ്മൾ ഋഷികളൊക്കെ അല്ലേ ഇത് ശാസ്ത്രീയമായി അടിത്തറ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് നമ്മൾ യോഗേൻ്റെ ശാസ്ത്രത്തിലേക്ക് നോക്കുമ്പോൾ ഓരോ യോഗ ആസനങ്ങളായാലും ശരി, പ്രാണായാമമായാലും ശരി, ഇതൊക്കെ ഈ മുദ്രകൾ, ബന്ധം, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ, ബുദ്ധിയുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ശരിയായി മനസ്സിലാക്കിയ യോഗികൾ, അതായത് ശാസ്ത്രജ്ഞരാണ് ശരിക്കും അവർ. അത് മനസ്സിലാക്കാൻ സാധിക്കും. പഠിക്കാത്തവർ യോഗശാസ്ത്രം മനസ്സിലാക്കാതെ പരിശീലിക്കാത്ത ആളുകളിൽ നിന്ന് വരുന്ന അഭിപ്രായമാണ് അത്. അങ്ങനെ അവർ പറഞ്ഞോട്ടെ, അവർക്ക് അതുകൊണ്ട് സന്തോഷം കിട്ടുകയാണ്, കിട്ടിക്കോട്ടെ, അത്രയേ ഉള്ളൂ. സ്വാമിജി മുദ്രയെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഈ മുദ്ര ഈ യോഗശാസ്ത്രം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം ഒരു പ്രയോജനം അല്ലെങ്കിൽ അതിനെ എത്രത്തോളം സ്വാധീനിക്കും? ഹഠയോഗത്തിൽ മുദ്രകൾക്കും ബന്ധം എന്ന് പറഞ്ഞിട്ട് 2 വിഭാഗമുണ്ട്. അത് വലിയ പ്രാധാന്യമുണ്ട്. അത് ഒന്ന് വിശദീകരിക്കാം. ആദ്യം ബന്ധം എന്ന് പറഞ്ഞൊരു സംഭവം ഒന്ന് വിശദീകരിക്കാം. നമ്മൾ ഒരു നീർച്ചാൽ വെള്ളം ഒഴുകി പോവുകയാണ്, വഴിക്ക് വെച്ചൊരു തട ഇട്ടു. അപ്പോൾ നമുക്ക് എന്തായി, അവിടെ വെള്ളം കെട്ടി നിന്ന് ആ ഭാഗത്തൊക്കെ വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ പ്രാണൻ സഞ്ചരിക്കുന്ന വഴിക്ക് ഒരു തട ഇടുക. അപ്പോൾ എന്തായി, അവിടെ അത് തടഞ്ഞു നിൽക്കും. അപ്പോൾ ആ പ്രാണനെ നമുക്ക് ആ ഭാഗത്തേക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാം. അങ്ങനെ അതിനാണ് ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാണൻ്റെ ചാലകങ്ങൾ, സഞ്ചരിക്കുന്ന വഴികളുണ്ട്, അത് തടയുന്ന ഒരു അവസ്ഥയ്ക്ക് അത് ബന്ധം. അത് മൂലബന്ധം, ഉദ്യാനബന്ധം, ജാലന്തരബന്ധം, 3 ബന്ധങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് അടയോഗത്തിലും ഒക്കെ അടപ്രദീപികളൊക്കെ പറഞ്ഞ് 3 ബന്ധങ്ങൾ, ബന്ധത്രയം എന്ന് പറയും. അത് പ്രാണശക്തിയെ പ്രത്യേക ചില കേന്ദ്രങ്ങളിലേക്ക് കെട്ടി നിർത്തി അവിടെ പ്രയോജനപ്രദമാക്കുന്ന അവസ്ഥയാണ്. ഇനി മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എപ്പോഴും എനർജി നഷ്ടപ്പെടുന്നുണ്ട്. ഈ എനർജിയെ തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കൊണ്ടുവരിക, എന്നിട്ട് അത് ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ പ്രയോജനപ്പെടുത്തുക. ഇതാണ് മുദ്രകൾ. മുദ്രകൾ കുറേ ഒട്ടനവധിയുണ്ട്, പ്രധാനപ്പെട്ട കുറേ മുദ്രകളുണ്ട്. അതിൽ ഒരു മുദ്ര നമ്മളിപ്പോൾ ചെയ്യാൻ ഇങ്ങനെ, ഇത് ഒരു മുദ്രയാണ്. ഇതിന് നമുക്ക് ചിന്മുദ്ര എന്ന് പറയാറുണ്ട്. ചില പുസ്തകത്തിൽ നമുക്ക് ഇതിന് ജ്ഞാനമുദ്ര എന്ന് പറയാറുണ്ട്. അപ്പം ചിന്മുദ്ര നമ്മൾ ശ്വാസത്തിൽ ഒരു 3 ശ്വാസമുണ്ട്. സെഷണൽ ബ്രീത്ത് എന്ന് പറയും. അബ്ഡമൻ ബ്രീത്തിന് ഈ മുദ്രയിൽ ഇരുന്നു കൊണ്ട് ശ്വാസം എടുക്കുക, വയറ് മുന്നോട്ട് തള്ളി നിൽക്കും, ശ്വാസം വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് പോകും. അതിൽ ഈ മുദ്ര വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് പറയാം ചിന്മുദ്ര. ഇനി ഈ കൈ ഇവിടേക്ക് വന്നു, തുടയുടെ മധ്യത്തിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് 3 വിരലും കൂടി മടക്കി ഇതിന് പറയുക ചിന്മയ മുദ്ര എന്ന്. ഇത് ശ്വാസം നമ്മൾ നെഞ്ചിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ശ്വാസമാണ്, തൊറാസിക് ബ്രീത്ത് എന്ന്. അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ എന്താവും, ചിന്മയ മുദ്ര. ഇത് നമുക്ക് ഈ മുദ്ര ഇത് കൈ ഉള്ളിൽ വെച്ച് ഇതുപോലെ വന്ന് ഇവിടെ വെച്ചു. ഇതിന് പറയുക ആദിമുദ്ര എന്ന്. അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ ഉയർത്തി ചെവി തൊടിക്കും, ക്ലാവിക്കുലർ ബ്രീത്ത് എന്ന് പറയും, അല്ലെ ഷോൾഡർ ബ്രീത്ത്. അതിങ്ങനെ വരുന്നു. ഇതിന് പറയുക ആദിമുദ്ര. ഇനി ഇത് 3 കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇത് ബ്രഹ്മമുദ്ര. അപ്പോൾ ഇതിലിരുന്നിട്ട് ശ്വാസം ദീർഘമായി എടുക്കും, വയറ് വികസിക്കും, നെഞ്ച് വികസിക്കും, ഷോൾഡർ ഉയരും ചെയ്യും.
അത് ബ്രഹ്മമുദ്ര. ഇങ്ങനെ ഓരോന്നിനും കുറേ മുദ്രകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൈ ഇങ്ങനെ വെച്ച് നമുക്ക് ദൃഷ്ടി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ശാംഭവി മുദ്ര എന്ന് പറയും. ശംഭുവിനെ സംബന്ധിച്ച്, അതായത് ശിവൻ്റെ തൃക്കണ്ണെന്ന് പറയില്ലേ, അല്ല ഇവിടെ അവിടേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്ത് ചെയ്യുമ്പോൾ ശാംഭവി മുദ്ര. പിന്നെ കുറേ മുദ്രകളുണ്ട്. നാസികാ മുദ്ര, അതായത് മൂക്കിൻ്റെ അറ്റത്തേക്ക് ദൃഷ്ടി ഉറപ്പിക്കുന്നത്, നാവ് മടക്കി ഉള്ളിലേക്ക് വെക്കുന്ന കേജരി മുദ്ര എന്നാണ്. കുറേയധികം കാഗി മുദ്ര, കുറേ മുദ്രകളുണ്ട്. മുദ്ര കൊണ്ട് നമുക്ക് ശരിക്കും മുദ്രയ്ക്ക് ഒരു 45 മിനിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൻ്റെ പ്രയോജനം നമ്മൾ പൂർണ്ണമായി കിട്ടും. ഓരോ മുദ്രയും നമുക്ക് എല്ലാം ചെയ്യണ്ട, 1-2 മുദ്ര ചെയ്യാൻ, അല്ല ഒരു മുദ്ര 45 മിനിറ്റ് വരുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം പൂർണ്ണമായി ലഭിക്കുക. ഈ ചിന്മുദ്ര ഇപ്പം അങ്ങ് ചെയ്തല്ലോ, അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ്? ഇപ്പം ചിന്മുദ്രയിൽ നമുക്ക് ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ ചൂണ്ടുന്ന വിരൽ നമുക്ക് നെഗറ്റീവ് എനർജിയും, നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ എന്താ ചെയ്യുക? ഇതല്ലേ കാണിക്കുക. സന്തോഷം വരുമ്പോഴോ ഇതാണ് കാണിക്കുക. അപ്പം ഇത് രണ്ടും കൂടി വരുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുക. ഈ എനർജി നമുക്ക് തിരിച്ച് ബ്രെയിനിലേക്കാണ് തിരിച്ചു. അപ്പോൾ തലച്ചോറിലേക്ക് കുറെ കൂടി എനർജി പാസ് ചെയ്യിക്കാനുള്ള ഒരു അവസ്ഥയാണ് ചിന്മുദ്ര വരുന്നത്. അപ്പം അങ്ങനെ ഇപ്പം ഈ മുദ്രയാണ് വേറൊരു മുദ്ര. ഈ ചൂണ്ടുന്ന വിരൽ ഇവിടെ ടച്ച് ചെയ്തു, പിന്നെ ഈ 2 വിരൽ തമ്പ് ടച്ച് ചെയ്തു. അപ്പം എന്തായി? ഒരു വിരൽ മാത്രമേ നിവർത്തി വെച്ചു. ഇതിന് ഹൃദയമുദ്ര എന്നാണ്. ഹൃദയമുദ്ര. അപ്പോൾ ഈ ഹൃദയമുദ്ര വരുമ്പോൾ എന്താവും? ഈ എനർജി നമുക്ക് ഹൃദയത്തിലേക്കാണ് തിരിച്ചു വരുന്നത്. ഹൃദയത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഈ മുദ്ര സഹായിക്കും. ഇനി ഇതിൽ നമുക്കിത് ഇങ്ങനെ ഒരു മുദ്ര ഉണ്ട്. ഒരുപാട് മുദ്രകളുണ്ട്. നമുക്ക് അപാനമുദ്ര എന്നാണ്. അപാനമുദ്ര എന്ന് പറയുമ്പോൾ നമുക്ക് പൊക്കിൻ്റെ താഴോട്ടുള്ള അപാനം എന്നുള്ള പ്രാണനെ നിയന്ത്രിക്കാൻ ഈ മുദ്രയ്ക്ക് വളരെയധികം സഹായമാണ്. അപ്പം അങ്ങനെ ഓരോ മുദ്രകൾക്കും ഓരോ പ്രാധാന്യമുണ്ട്. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേക പ്രാധാന്യമുണ്ട്. കുറച്ചുകൂടി ആത്മീയ പാതയിലേക്ക് പോകാൻ മുദ്രകൾ വളരെ സഹായിക്കും. സ്വാമിജി, യോഗാസനവും യോഗവും തമ്മിലുള്ള ബന്ധം? യോഗ ആസനം എന്ന് പറയുന്നത് യോഗയിലേക്ക് എത്താനുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഒരു വഴി. യോഗ ആസനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീര ചലനത്തിന് പ്രാധാന്യം കൊടുക്കുക. ഉദാഹരണമായിട്ട് ഭുജംഗാസനം, കോപുരാപോസനം, കമഴ്ന്ന് നടന്ന് തലങ്ങനെ പൊക്കുന്ന ഭുജംഗാസനം. ശലഭാസനം എന്ന് പറയുന്നത് കാല് രണ്ടും പൊക്കിയിട്ട് കൈ രണ്ടും താഴോട്ടാക്കി കമഴ്ന്ന് കിടന്ന് ചെയ്യുന്ന ശലഭാസനം. ധനുരാസനം, വില്ല് പോലെ വളയുന്നത്. ഇങ്ങനെ കുറേ ആസനങ്ങളുണ്ട്. വ്യാഘ്രാസനമുണ്ട്, മാർജാരി ആസനമുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീര ചലനം കൊടുത്തുകൊണ്ടുള്ളതാണ്. അങ്ങനെ ഇതിനാണ് ആസനങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ യോഗം എന്നുള്ള അവസ്ഥ കൂടിച്ചേരലാണ്. യോഗം എന്നുള്ള വാക്ക് തന്നെ വന്നത് സംസ്കൃത വാക്ക്, യുജ് എന്നുള്ള ധാതു എന്നാണ് യോഗം എന്നുള്ള വാക്ക് വന്നത്. കൂടിച്ചേരലാണ് ശരി. കൂടിച്ചേരുക എന്ന് പറഞ്ഞാലോ, നമുക്ക് ശരിക്ക് കൂടിച്ചേരുക, നമ്മൾ വേണമെങ്കിൽ ശരീര മനസ്സുകളുടെ കൂടിച്ചേരുന്നത് പറയാം, മനസ്സിൻ്റെ ബുദ്ധിയുടെ കൂടിച്ചേരുന്നത് പറയാം, മനസ്സിൻ്റെ ആത്മാവിൻ്റെയും കൂടിച്ചേരുക. ഇനി ഓരോ വ്യക്തിയിലും നമുക്ക് ജീവാത്മാവ് എന്ന് പറയാം, എനർജി, ലൈഫ് ഫോഴ്സ്. ഈ ജീവാത്മാവ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാലോ, ടോട്ടൽ എനർജി, കോസ്മിക് എനർജി, അതായത് പരമാത്മാവിൻ്റെ ഒരു അംശമാണ് നമ്മൾ. അപ്പോൾ ഈ ജീവാത്മാ പരമാത്മാ ഐക്യത്തിനാണ് യോഗം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യോഗം എന്നുള്ള ആ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരിശീലിക്കുന്ന ഈ ഓരോ അഭ്യാസങ്ങളാണ് യോഗ ആസനങ്ങൾ, പ്രാണായാമം, മുദ്ര, ബന്ധം, ഇതൊക്കെ അതിലേക്കുള്ള വഴികളാണ്.
യോഗയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു ആ, ഈ ഐക്യമാണല്ലോ. ജീവാത്മാ പരമാത്മാ ഐക്യമാണ് ശരിക്കും ആ യോഗ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് യോഗയോട് താല്പര്യം തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കും യോഗയോട് താല്പര്യമുണ്ട്. എങ്ങനെയാ ചോദിച്ചാൽ, നമ്മൾ മുമ്പൊക്കെ യോഗയോട് താല്പര്യം കാണിച്ച് ഒരു ആശ്രമ രീതിയിൽ വളരെ സാമ്പ്രദായിക പ്രകാരം ചെയ്യുന്ന രീതിക്ക് അക്കാലത്ത് എല്ലാവർക്കും താല്പര്യമാണ്. അതേപോലെ തന്നെ ഇന്ന് വേണമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്കും ഇതെങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും, അവരുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രയോജനപ്രദമാവും എന്ന രീതിയിലേക്ക് നമ്മൾ അവരെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവർ വളരെ കൈനീട്ടി സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങൾ എത്രയോ കാലത്തെ അനുഭവം കൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ കോളേജുകളിലും അതുപോലെ ഒരുപാട് വിദ്യാലയങ്ങളിൽ ഞങ്ങൾ ഒരുപാട് ക്ലാസ് കൊടുത്തിട്ട് കുട്ടികൾക്ക് ഒരുപാട് ക്യാമ്പുകൾ കൊടുത്തിട്ട് അവിടെ ഒക്കെ തന്നെ കുട്ടികൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നുണ്ട്. കാരണം യുവതലമുറയ്ക്ക് ഇത് ആവശ്യമാണ്. ഒന്നാമത് ഐ ടി ഫീൽഡിൽ നിർബന്ധം ഇത് ആവശ്യമാണ്. അവരെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഇത്ര ഡിപ്രഷൻ. നമ്മൾ ഈ ഇവിടെ സ്ഥാപനം തപോവനം എന്ന സെൻറ്ററിൽ, ഈ സെൻറ്ററിൽ നിരവധി ആളുകൾ വരുന്നുണ്ട്. മാനസിക പ്രയാസമായിട്ട് ഡിപ്രഷനിലേക്ക് എത്തിയിട്ടുള്ള ചെറിയ പ്രായമുള്ള കുട്ടികൾ. ആലോചിച്ച് നോക്കുക. അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് യോഗയാണ്. ഒരു ചെറിയ പാക്കേജ് കൊടുക്കും, വളരെ മാറ്റം വരുന്നു. മരുന്നിൽ നിന്ന് പോലും രക്ഷപ്പെടുന്നുണ്ട് എത്രയോ ആളുകൾ. അങ്ങനെ യോഗയെ പിന്നെ അതുകൂടാതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടുവേദന, കഴുത്ത് വേദന, പിന്നെ അത് കാൽമുട്ട് വേദന, ഇങ്ങനെ വെർട്ടിഗോ, സൈനസ്, അതുപോലെ മൈഗ്രെയിൻ, നിരവധി പ്രയാസങ്ങൾ. ഇതിനൊക്കെ നമുക്ക് യോഗയാണ് ഏറ്റവും ഫലപ്രദമായി തീരുന്നത്. അത് ഇവിടെ തപോവനത്തിൽ വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആധുനിക കാലഘട്ടത്തിലും യോഗ വളരെയധികം സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവരത് ചെയ്യാൻ താല്പര്യപ്പെടുക. ചെറിയ സമയം കൊടുത്താൽ മതി, അവർക്കത് ചെയ്താൽ മതി. അങ്ങനെ അവർക്ക് ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കാൻ യോഗ സഹായിക്കുന്നുള്ള ബോധം വന്നാൽ, പഠനത്തിന് വളരെ മെച്ചം വരുന്നുണ്ട് എന്ന് വന്നാൽ, അവർ വ്യക്തിത്വ വികാസത്തിന് സഹായിക്കും തോന്നിക്കഴിഞ്ഞാൽ അവരത് ചെയ്യും, ഉറപ്പാണ്. അത് കുറേ കാലത്തെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. യോഗയുടെ ഭാവി അങ്ങയുടെ ദൃഷ്ടിയിൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? യോഗയുടെ ഭാവി എത്രയോ ഉയർന്ന തലത്തിൽ ഇനിയും വരും, യാതൊരു സംശയവുമില്ല. നമ്മുടെ മുമ്പ് ഉള്ള ആളുകൾ സ്വീകരിച്ചതിനേക്കാളധികം ഇന്നത്തെ കാലഘട്ടത്തിൽ യോഗ കൈനീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട് മാത്രമല്ല, ലോകമെമ്പാടും ജനങ്ങൾ യോഗ സ്വീകരിക്കാൻ തുടങ്ങി. മാത്രമല്ല അതിൻ്റെ ശാസ്ത്രീയത അവർ മനസ്സിലാക്കാൻ തുടങ്ങി. യോഗയെ പഠന ഗവേഷണങ്ങളിലൂടെ ഇവിടെ നമ്മുടെ സ്ഥാപനവും ഗവേഷണം നടത്തുന്നുണ്ട്, പ്രോജക്റ്റുകൾ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ശാസ്ത്രീയമായ അടിത്തറ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആധുനിക സമൂഹത്തിന് നേരത്തെ പറഞ്ഞല്ലോ, യുക്തിചിന്തയോടുകൂടി മാത്രമേ സമീപിക്കുകയുള്ളൂ. യുക്തി സഹജ അല്ലാത്തൊരു സംഭവം സ്വീകരിക്കാൻ പ്രയാസം. അപ്പോൾ നമുക്കതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കി എങ്ങനെ ഇത് ശരീരത്തിനും എങ്ങനെ മനസ്സിനും സ്വാധീനിക്കുന്നു എന്ന ഒരു ശാസ്ത്രീയ ബോധം ഉണ്ടാക്കി കൊടുത്തിട്ട് പരിശീലിപ്പിക്കുമ്പോൾ അവർക്കത് സ്വീകാര്യ ഉണ്ടാവും. അപ്പം ലോകം മുഴുവനും ഇന്ന് യോഗയെ ഉറ്റുനോക്കുന്നുണ്ട്. അവർ ഭാരതത്തിനെ ഗുരുവായി തന്നെ സങ്കല്പിക്കുന്നു. ഇത്രയധികം പ്രാധാന്യം യോഗയ്ക്ക് വന്നിട്ടുണ്ട്. വരുന്ന കാലങ്ങളിലും അത് വന്നു ചേരും. ഞാൻ ലോകം മുഴുവനും ഇത് എമ്പാടും ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം, ഞങ്ങൾ യൂറോപ്പിൽ ക്ലാസ് ഒരു 2010 മുതൽക്ക് വളരെ കുറേ കാലം ക്ലാസ് നടത്തിയിട്ടുണ്ട്. അവർ നമ്മൾ ചെയ്യുന്നതിനേക്കാളും വളരെ താല്പര്യത്തോടുകൂടി ആത്മാർത്ഥമായി ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിത്തറ എന്താണ്, ശാസ്ത്രീയത എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അവർ നമ്മുടെ തപോവനത്തിൽ വന്നു ചേരുന്നു. കുറേ ആളുകൾ വരുന്നുണ്ട്, വിദേശീയർ വന്നിട്ടുണ്ട്, ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്, സാധാരണ യോഗ പഠിക്കാനും വന്നിട്ടുണ്ട്. അപ്പോൾ യോഗയ്ക്ക് വിദേശത്തു നിന്ന് നല്ല സ്വീകരണം കിട്ടുന്നുണ്ട്. ഈ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, അങ്ങ് സ്വദേശത്തും വിദേശത്തും യോഗ പ്രചരിപ്പിക്കാനായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട്
ദേശങ്ങൾ, അതായത് സ്വദേശിയും വിദേശിയും തമ്മിൽ അവരുടെ യോഗയുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം അങ്ങക്ക് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? യോഗശാസ്ത്രം നമ്മുടെ ഭാരതത്തിൽ, യോഗശാസ്ത്രം ഉടലെടുത്ത ഭാരതം. ഇതിൽ ഭാരതത്തിൽ ഇന്ന് ക്ലാസ്സുകളിലൂടെ നമുക്ക് അധികം കാണുന്നത് എന്താ വെച്ചാൽ രോഗം മാറാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 90% ആളുകൾ വരുന്നത്. കുറച്ച് പേര് മാത്രമേ ഇതിനൊരു അടിത്തറ ഉണ്ട്, ഒരു ആത്മീയ ദർശനം ഇതിനുണ്ട് എന്നുള്ള കാഴ്ചപ്പാട് വരുന്നുള്ളൂ. വിദേശത്തുള്ള ആളുകൾക്ക് ഇതിന് വ്യത്യസ്തമായ കാഴ്ചപ്പാട് കൂടി ഉണ്ട്. അവിടെ നല്ലൊരു ഭാഗം ആൾക്കാർ ഇത് എക്സസൈസ് പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് എക്സസൈസിൻ്റെ രീതിയിൽ ഇന്നൊരു ദിവസം ഒരു ആസനം, നാളെ മറ്റൊരാസനം, മറ്റന്നാൾ മറ്റൊരാസനം, അങ്ങനെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം ആൾക്കാർ അതല്ല, യോഗയ്ക്ക് ഒരു വളരെ ശാസ്ത്രീയമായ അടിത്തറുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്ന ആൾ ഇതിന് സമർപ്പണത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അവർ ധ്യാനത്തിലേക്ക് കടക്കുന്നുണ്ട്. ഇതിൻ്റെ ശരിയായ തനതായ വശം എന്താണെന്ന് പഠിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന നിരവധി ആളുകൾ വിദേശത്ത് കാണുന്നുണ്ട്. അത്ര നമുക്ക് ഭാരതത്തിൽ കാണുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഞങ്ങൾ പോയ സ്ഥലത്തുള്ള അനുഭവമാണ് അത്. മറ്റു സ്ഥലത്ത് ഏറെക്കുറെ ഇപ്പം അവിടെ ഞങ്ങൾ പോയ സ്ഥലത്ത് മറ്റു രാജ്യത്തു നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ അനുഭവത്തിൽ മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ക്ലാസ്സുകളിൽ ഇന്ത്യയിലൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. പക്ഷേ കൂടുതലും വരുന്നത് രോഗം മാറാനും മറ്റു കാര്യത്തിലാണെന്ന് അങ്ങനെയാണ് കണ്ടത്. ശരിക്കും അപ്പം യോഗയുടെ ജന്മനാടായിട്ടുള്ള നമ്മുടെ ഭാരതത്തേക്കാൾ കൂടുതൽ റിസർച്ച് വർക്ക് അവിടെ പുറം രാജ്യങ്ങളിൽ നടക്കണമെന്ന് പറയേണ്ടി വരും. നടക്കുന്നുണ്ട്. ഇന്ന് വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ യോഗയെപ്പറ്റി നല്ല പഠനം നടക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. അമേരിക്കയിൽ നിന്ന് ഹൃദ്രോഗത്തിൻ്റെ ഡോക്ടർ ഡൽഹിയിൽ വന്ന് കുറേ കാലം മുമ്പ് അവിടെയുള്ള ഡോക്ടേഴ്സിനൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഹൃദ്രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു വിദ്യ അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ കൊടുത്തത്? ഹൃദ്രോഗത്തിൽ ഏറ്റവും ഫലപ്രദമായ ഒന്ന് യോഗ പരിശീലനമാണ്. അപ്പോൾ വിദേശത്ത് നിന്ന് വന്ന ഒരു ഡോക്ടറാണ് ഇത് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിദേശത്ത് ഇതിന് പ്രാധാന്യം അവർ പഠിക്കുന്നുണ്ട്. അവരൊരു കാര്യം പറയുന്നത് അതിൻ്റെ ശരിയായ വശം പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് അവിടെ. സ്വാമിജി, യോഗ തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയാമോ? യോഗ ശരിക്കും പറയുകയാണെങ്കിൽ ചികിത്സയ്ക്കുള്ളതല്ല, ചികിത്സാശാസ്ത്രം അല്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ യോഗ പരിശീലനത്തോടെ ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിവിധി കാണാൻ സാധിക്കുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ചികിത്സയ്ക്ക് എടുക്കാമല്ലോ. കാരണം ഒരു ജീവിത രീതിയാക്കി എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഇന്ന് ഇതൊരു ജീവിത രീതിയാക്കി മാറ്റി വന്ന രോഗത്തിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് യോഗ ചികിത്സയായിട്ട് ഉപയോഗിക്കുക ശരി. അപ്പം യോഗ ചികിത്സാ രീതി തന്നെ ഏറ്റെടുക്കുക ശരിക്കും. ഇന്ന് കാണുന്ന രോഗങ്ങളിൽ ഒട്ടനവധി രോഗങ്ങൾക്കും മനസ്സാണ് കാരണം. മനസ്സിൽ നിന്ന് ശരീരത്തിലേക്കാണ് രോഗം വരുന്നത്. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് തന്നെ എന്താ പറയുക, മനസ്സ് സൈക്കിൽ നിന്ന് സോമയിലേക്ക് വരിക. സൈക്കോ സോമാറ്റിക് ഡിസീസാണ് ഇന്ന് കൂടുതൽ വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 80, 85, 90% രോഗങ്ങൾ അങ്ങനെയാണ്. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് നമ്മൾ രോഗലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി, നമ്മൾ മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഈ മരുന്ന് കഴിച്ചാലും ഈ രോഗത്തിന് മൂലകാരണം എവിടെയാണ്? മനസ്സല്ലേ. അപ്പോൾ മനസ്സിന് നമ്മൾ എന്താ മരുന്ന് കൊടുക്കുന്നത്? അപ്പോൾ രോഗം പൂർണ്ണമായും ഫലപ്രദമായ അവസ്ഥയിലേക്ക് ശമനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിനും വേണം മരുന്ന്, മനസ്സിനും വേണം. അത് നമുക്ക് യോഗയിൽ കൂടിയാണ് കിട്ടുന്നത്. അപ്പോൾ യോഗ ചികിത്സയ്ക്ക് നമുക്ക് ശരിക്കും ഫലപ്രദമായ അവസ്ഥ വരുന്നുണ്ട്. എന്തിനേറെ നമുക്ക് ഇവിടുത്തെ അപോവനത്തിൽ ഒരുപാട് രോഗികൾ വന്നിട്ടുണ്ട്. നട്ടിലിനൊക്കെ നിർബന്ധമായും സർജറി വേണമെന്ന് പറഞ്ഞ കേസൊക്കെ വന്നിട്ടുണ്ട്. നടക്കാൻ പറ്റാത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് കേസുകൾ, സ്ട്രോക്ക് വന്നിട്ടൊക്കെ ബുദ്ധിമുട്ടിയ ആൾക്കാർ, അവരൊക്കെ നമുക്ക് യോഗ പരിശീലനത്തിലൂടെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, സുഖപ്രദമായിട്ട്. അപ്പോൾ യോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കാം. യോഗശാസ്ത്രം സമാധിയിലേക്കുള്ള ശാസ്ത്രമാണ്. എന്നാൽ പോലും ആധുനിക ജീവിതത്തിൽ, ആധുനിക യുഗത്തിൽ ഇന്നത്തെ മനുഷ്യന് ഇത് ഉപകരിക്കുന്ന രീതിയിലേക്ക് യോഗശാസ്ത്രം കൊണ്ടുവരാം. സ്വാമിജി, അങ്ങ് യോഗാചാര്യൻ മാത്രമല്ല, അതോടൊപ്പം ഒരു കലാകാരൻ കൂടിയാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ സാധകർക്കായിട്ട് എന്താണ് അങ്ങയുടെ ആ ഒരു കലാമേഖല എന്നോട് എന്ന് പറയാം? യോഗയെ പോലെ തന്നെ
എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് കലാരംഗം തന്നെ. കല എന്ന് ഉദ്ദേശിക്കുന്നത് ചിത്രം വരെ അതിൽപ്പെട്ടതാണ്, സംഗീതം അതിൽപ്പെട്ടതാണ്, സംഗീത ഉപകരണങ്ങൾ അതിനൊക്കെ ശരിക്കും വളരെയധികം താല്പര്യമുണ്ട്. ഇതെൻ്റെ കയ്യിലൊരു ഫ്ലൂട്ടുണ്ട്. ശരിക്കും ഈ ഫ്ലൂട്ട് ഞാൻ ക്ലാസ്സിലൊക്കെ പോയി കുറേ അതുപോലെ ഹാർമോണി ഇങ്ങനെ സപ്തസ്വരങ്ങളൊക്കെ പഠിക്കാൻ പോയി. കുറേ കാലം പഠിച്ച് എനിക്ക് അത് വഴക്കം വരുന്നില്ല. ശ്രമിക്കാനിട്ടല്ല. പക്ഷേ ഞാൻ വിദേശത്ത് പോയി, ഇവിടെ സൈപ്രസ്, യൂറോപ്പിൽ, അവിടെ ഞാൻ കുറേ കാലം ഓരോ 3 മാസം ഇങ്ങനെ പോവുകയായിരുന്നു. അവിടെ പോയാൽ എനിക്ക് സമയം കുറച്ചുകൂടി കിട്ടും. രാവിലെ ഞാൻ 3 മണിക്ക് എഴുന്നേറ്റിട്ട് യോഗ പരിശീലിക്കാൻ തുടങ്ങും, ധ്യാനവും ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്ത് ശരിക്കും 3-4 മണിക്കൂറൊക്കെ രാവിലെ എടുക്കും. ചിലപ്പോൾ 5 മണിക്കൂറൊക്കെ രാവിലെ ഇരിക്കും, എനിക്ക് സമയം കിട്ടും. അങ്ങനെ അവിടുന്ന് ഞാൻ ഇതുപോലെ ഫ്ലൂട്ട് ഞാൻ കൊണ്ടുപോകും. വായിച്ച സമയത്ത് ശബ്ദം കറക്റ്റ് കിട്ടിയതും, എനിക്ക് കറക്റ്റെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ കിട്ടിയതും ഇത് മാത്രമല്ല, പല രാഗങ്ങളുണ്ട്, അത് രാഗങ്ങൾ കൂടെ കടക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ധ്യാനത്തിൻ്റെ ഒരു ഫലമായിട്ട് എനിക്ക് മനസ്സിലായി. അത് യോഗശാസ്ത്രം പറയാറുണ്ട്, നമ്മൾ ഷഡ ആധാരങ്ങൾ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ബിന്ദു, സഹസ്രാരം. അതിൽ വിശുദ്ധി ചക്രം ശുദ്ധമാകുമ്പോൾ കലകൾ വികസിക്കുന്നു പറയുന്നത്. ഈ ഫ്ലൂട്ട് ഞാനൊന്ന് വായിക്കുക, ഞാൻ അത്രത്തോളം പ്രാവീണ്യമൊന്നുമില്ല. ഞാനിത് ഉപയോഗിക്കുന്ന അധികം യോഗ ക്ലാസ്സിൽ മെഡിറ്റേഷൻ കൊടുക്കുമ്പോൾ അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഞാൻ കൂടുതൽ പഠിച്ചതല്ല. പക്ഷെ അത് എനിക്ക് എന്ന് ഞാൻ നോക്കുന്നത്. ഇത് മോഹൻ എന്ന രാഗത്തിലാണിത് വന്നത്. സരിഗ പദസ, ഇതാണ് എൻ്റെ സ്വരം. അപ്പം അത് ഈ സന്തോഷം ജപിക്കുന്ന രാഗമാണ് മോഹനം. ഈ ശബ്ദമൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ ഈ രാഗത്തിൻ്റെ ഒരവസ്ഥ വന്നത് ധ്യാനത്തിന് ശേഷമാണ്. ഈ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉപകരണമാണിത്. തബല ഞാൻ അത്യാവശ്യം കളിക്കാറുണ്ട്. വളരെ പ്രാവീണ്യം നേടിയില്ലെങ്കിലും അതൊക്കെ കഴിവുകൾ എനിക്ക് മനസ്സിലാകുന്നു. യോഗ പരിശീലനത്തിൻ്റെ വഴിയാണ് അതിനൊക്കെ വഴി തുറക്കുന്നത് മനസ്സിലാകുന്നു. പിന്നെ കൂടാതെ ചിത്രങ്ങൾ, ഇവിടെ ധാരാളം ചിത്രങ്ങളുണ്ട് വരച്ച് വെച്ച്. അതിൽ സാധാരണ ചിത്രങ്ങളുണ്ട്, അബ്സ്ട്രാക്റ്റ് ഉണ്ട്, കൂടാതെ മ്യൂറൽ ചുമർ ചിത്രങ്ങളുണ്ട്. ഇതൊക്കെ ചുമർ ചിത്രമൊക്കെ കുറച്ചുകൂടി തെളിഞ്ഞ് കിട്ടിയത് ധ്യാനത്തിന് ശേഷം. ഞാൻ രാവിലെ യോഗ ചെയ്ത് ധ്യാനമൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഒരു പേപ്പർ എടുക്കും, A4 ഷീറ്റ്, സാധാരണ എഴുതുന്നൊരു പെണ്ണെടുത്ത് ഇങ്ങനെ പെന്നും കടലാസിൽ വെക്കുമ്പോൾ അപ്പോഴാണ് ആശയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്ത ആശയമല്ല. ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട്, അങ്ങനത്തെ ചിത്രങ്ങൾ, വെറും ലൈൻസ് മാത്രം, ഡോട്ട്സ് മാത്രം ആ ചിത്രങ്ങൾ. ആ ചിത്രത്തിന് പേരുണ്ട്, ലിബറേഷൻ, അവിടുത്തെ സ്വാതന്ത്ര്യത്തിലേക്ക്. ആ ചിത്രങ്ങളൊക്കെ മനസ്സിലാകുന്ന ഏതൊരു മനുഷ്യനും മൃഗങ്ങളായാലും ശരി
ഒക്കെ എന്താ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പോക്കാണ് ഒക്കെ. ഇനി മരങ്ങളാട്ടെ എന്താ വെച്ചാൽ മേലോട്ട് ഉയരില്ലേ, വൈകിട്ട് മേലോട്ട് പൊങ്ങുകയാണ്. ഇപ്പം മനുഷ്യനായാലും മരങ്ങളായാലും പ്രകൃതി എല്ലാ സമയം ഉയരത്തിലേക്കുള്ള പോക്കാണ്, സ്വാതന്ത്ര്യത്തിലേക്കുള്ള പോക്കാണ്. അപ്പം അതുകൊണ്ട് ഈ ചിത്രങ്ങൾക്ക് ലിബറേഷൻ എന്ന പേര് കൊടുത്തു. പിന്നെ അത് ഈ ചിത്രങ്ങളും കുറേ കുറേ അധികം ഉണ്ട്. ഇനി യാത്രയിൽ പോലും ഞാൻ പോകുന്ന സമയത്തൊക്കെ ഒരു കടലാസും പെന്നും എടുത്ത് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങും, അറിയാതൊരു ചിത്രമായി മാറാറുണ്ട്. അങ്ങനെ കുറേ ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്, നിലവിലുണ്ടത്. അത് ധ്യാനമാണ് എന്നെ അതിന് സഹായിച്ച ശരിക്കും. ശബ്ദം തന്നെ ഞാൻ സ്കൂൾ അധ്യാപകനായിരുന്നു. കവിതയൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ചൊല്ലിക്കൊടുക്കും. പക്ഷേ ഈ ശബ്ദത്തിന് നമുക്ക് വിശുദ്ധി എന്ന് വരുന്ന വിശുദ്ധി ശുദ്ധമാകുമ്പോഴാണ് സംഗീതം തന്നെ അറിയാതെ വന്നു ചേരുന്നത്. പല യോഗികളും പാടുന്നത് കേട്ട നാം അത്ഭുതപ്പെട്ടു. അത് അവരെ വിശുദ്ധി ചക്ര ശുദ്ധമാകുമ്പോഴാണ് അറിയാതെ ആ കലകളിൽ വികാസം പ്രാപിക്കും. ശരിക്കും ഈ യോഗ എന്ന് പറയുന്ന അപ്പം ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു പ്രകൃതിയിലെ സകല ജീവജാലങ്ങളുടെയും സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു അതെ ഇതന്നെ. അതെ 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 മനുഷ്യൻ്റെ സമഗ്രമായ ഒരു ഉന്നമനത്തിന് യോഗ സഹായിക്കുന്നില്ല. യോഗാചാര്യ ഉണ്ണിരാമൻജിയുമായിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഒരു സത്സംഗത്തിന് അവസരം നമുക്ക് കിട്ടിയത്. അതായത് നന്നേ ചെറുപ്പത്തിലേ ഉള്ള 23 വയസ്സ് മുതൽ തുടങ്ങിയ ഈ ഒരു യാത്രയാണ്, യോഗത്തിലേക്കുള്ള യാത്രയാണ് അദ്ദേഹത്തിൻ്റെത്. 50 വർഷത്തോളമായിട്ടുള്ള വളരെ അനുഭവ സമ്പത്തുള്ള ഒരു യാത്രയുടെ ഒരു ചെറിയൊരു വിവരണമാണ് നമ്മൾക്ക് കിട്ടിയത്. ഈ ചെറിയൊരു വിവരണമാണെങ്കിലും നമ്മളെ അത് പ്രചോദനം നൽകുന്നതാണ്. യോഗയുടെ പ്രാധാന്യം, നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ആ യോഗത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണിതെല്ലാം. അത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ നമ്മുടെ പതഞ്ജലി മഹർഷി മുന്നോട്ട് വെച്ച ആ യോഗസൂത്രത്തിന്, യോഗശാസ്ത്രത്തിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നേടാൻ സാധിക്കും എന്നുള്ളതാണ് സ്വാമിജിയുടെ ജീവിതത്തിലൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ സ്വാമിജി ശ്രമിച്ചത്. എന്തായാലും നമുക്ക് സ്വാമിജിയെ ഈ ഒരു സത്സംഗത്തിന് ലഭിച്ചത് നമ്മുടെ പുണ്യമായിട്ട് കരുതുകയാണ്. സ്വാമിജി, നമ്മൾ മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ സാധകരോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ഈ ആധുനിക കാലഘട്ടത്തിൽ നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മൾ ഒന്ന് വിദ്യാർത്ഥികളാണ്. ഒരുപാട് മാനസിക സംഘർഷം. അവർക്കോട് പറയാനുള്ളത്, നിങ്ങൾ നിത്യജീവിതത്തിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെ 20 മിനിറ്റോ, അത് ഈ സമയമൊന്നും വേണ്ട, അത് നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയെടുക്കുക. പഠന കാര്യത്തിൽ വളരെ ശേഷി ഉണ്ടാക്കിയെടുക്കുക, നിങ്ങളുടെ വ്യക്തിത്വ വികാസം ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഒരു ചെറിയ സമയം തന്നെങ്കിലും ജീവിതത്തിൽ ഇത് നീക്കി വെക്കുക. ഈ യുവാക്കളോട് പറയാണ്, നമുക്ക് ഒരു ആത്മവിശ്വാസം നേടിയെടുക്കാൻ നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി ഒരു ചിട്ടയോടൊരു ജീവിതം നയിക്കുന്നതിന് യോഗ ഏറെ ഫലപ്രദമാണ്. അധികം സമയമെടുക്കാതെ ഒരു ചെറിയ സമയം, ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങളതിന് നീക്കി വെക്കുക. ആരോഗ്യം ശരീരത്തിൻ്റെ മനസ്സിനെ നിലനിർത്താൻ സാധിക്കും. ജോലിയിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും. നിത്യജീവിതം സുന്ദരമാക്കാൻ സാധിക്കും. കുടുംബജീവിതം ധന്യമാക്കാൻ സാധിക്കും. ഇനി അല്പം പ്രായം ചെന്നവർ, സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായം ചെന്നവർക്ക്, നടക്കാനും ഇരിക്കാനും പ്രയാസമുള്ളവർക്ക്, താഴെ ഇരിക്കാൻ പറ്റാത്തവർക്ക്, അങ്ങനെ ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ ഒരു ചെറിയ സമയം തന്നെങ്കിലും, മറ്റെല്ലാത്തിനും നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ സമയം, നിശ്ചിത സമയം യോഗയ്ക്ക് വേണ്ടി നീക്കി വെക്കുക. നമ്മുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കും. ജീവിതം നമുക്ക് സുന്ദരമാക്കാൻ സാധിക്കും. ശരിക്കും നമ്മൾ ആലോചിക്കുക, ഈ ജീവിതം
എത്ര ധന്യമാണ്. ഈ ധന്യമായ ജീവിതം നമുക്ക് പ്രയാസങ്ങളില്ലാതിരിക്കുന്നതിന് നമ്മൾ സ്വയം തന്നെ ശ്രമിക്കണം. ഗീതയിൽ ശ്ലോകം തന്നെ ഉണ്ട്, നമ്മുടെ ഉയർത്താനും നമ്മൾ താഴ്ത്താനും നാം തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നിത്യജീവിതം സുന്ദരമാക്കുന്നതിന്, ആരോഗ്യപ്രദമാക്കുന്നതിന് യോഗ പരിശീലിക്കുക. എൻ്റെ ജീവിത അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കൂടാതെ എത്രയോ നിരവധി ലക്ഷക്കണക്കിന്, ഏകദേശം ഒരു 12 ലക്ഷം ആളുകൾ യോഗ ചെയ്യിച്ച ഒരു അനുഭവം ഉള്ള അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. നിത്യജീവിതത്തിൽ നിങ്ങൾ ചെറിയ സമയത്തിന് കണ്ടെത്തുക, ജീവിതം ധന്യമാക്കുക. നാം സന്തോഷം തേടി പുറത്ത് അലയേണ്ടതില്ല. നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ വെളിച്ചം പുറത്തല്ല, നമ്മുടെ അകത്താണ്. ആ അകത്തുള്ള ആ ചൈതന്യം നാം മനസ്സിലാക്കുക, ജീവിതം ധന്യമാക്കുക, സുന്ദരമാക്കി തീർക്കുക. മീറ്റ് മീ ചാനലിൽ വളരെയധികം അഭിനന്ദനം, വളരെയധികം അഭിനന്ദനം. നമസ്തേ, നമസ്തേ, നമസ്തേ.